അപ്പൊ ജീവിതകാലത്തും മനുഷ്യ കഴിവിന് അതീതമായ കാര്യം സ്വഹാബത്ത് നബിയോട് ചോദിച്ചു, വഫാത്തിന് ശേഷവും ചോദിച്ചു. അങ്ങനെ ചോദിക്കുക എന്നതാണ് സ്വഹാബത്തിന്റെ ചര്യ. ലോകത്ത് ഒരാളും അതിനെ എതിർത്തിട്ടില്ല. ആദ്യമായി എതിർത്തത് ഇബ്നു തൈമിയ്യയാണെന്ന് ഇമാം സുബ്ക്കി പറഞ്ഞു. ഇബ്നു തൈമിയ്യ തന്നെ ഫതാവയിലും പറഞ്ഞിട്ടുണ്ട്, ഞാനാണ് ആദ്യം എതിർത്തത്. അപ്പോ 6-ാം നൂറ്റാണ്ട് വരെ ഈ വിഷയത്തിൽ യാതൊരു തർക്കവും മുസ്ലിം ലോകത്തിനിടയിൽ ഉണ്ടായിരുന്നില്ല. അത് സ്വഹാബത്തിന്റെ ചര്യയാണ് എന്ന് ഓർമ്മപ്പെടുത്തുന്നു. അതുമായിട്ട് വല്ലതും ബന്ധപ്പെട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കും. നിങ്ങൾ സുന്നികൾ എല്ലാ സമയത്തും ഔലിയാക്കന്മാരോടും അതുപോലെ തന്നെ മഹാന്മാരോട് എന്ന പേരിൽ ഇസ്തിഗാസ എന്ന അദൃശ്യജ്ഞാനങ്ങൾ മനുഷ്യ കഴിവിന് അതീതമായ കാര്യങ്ങൾ ചോദിക്കുന്നു. ഇപ്രകാരം ഒരാൾ ഒരു കഴിവ് മനുഷ്യ കഴിവിന് അതീതമായ ഒരു കഴിവുള്ള പല വ്യക്തികളും നമുക്കറിയാം. സത്യസായി ബാബയോടും അതുപോലെ തന്നെ അമ്മയോടൊക്കെ ഒരുപാട് ആളുകൾ സഹായം ചോദിച്ചിട്ട് പലർക്കും പല കഴിവ് അവർക്ക് വേണ്ട കഴിവ് അവർക്ക് വേണ്ട ആവശ്യങ്ങൾ നിറവേറ്റാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്രകാരം മറ്റുള്ളവരോടും സഹായം ചോദിച്ചുകൂടെ? എന്താണ് ഇതിലുള്ള വ്യത്യാസം? വ്യത്യാസം പറയാനിരിക്കും. അതായത് ഇസ്തിഗാസ എന്ന് പറഞ്ഞാൽ എന്താണ്, എല്ലാവരോടും ചോദിക്കാൻ പറ്റുമെന്നാ മൂപ്പർ ചോദിച്ചു. അപ്പൊ ഞാൻ വ്യത്യാസം പറഞ്ഞു കൊടുത്തു. നമ്മളെ തർക്കത്തിലിരിക്കുന്ന ഇസ്തിഗാസ മുഅ്ജിസത്ത് കൊണ്ട് അമ്പിയാക്കളും കറാമത്ത് കൊണ്ട് ഔലിയാക്കളും സഹായിക്കും എന്ന വിശ്വാസത്തോടെ ചോദിക്കുക, ഇതാണ് ഇസ്തിഗാസ എന്ന് പറഞ്ഞു. ആ മറുപടിയിൽ തന്നെ ആ മറുപടി മനസ്സിലാക്കിയിരുന്നെങ്കിൽ ഇപ്പൊ ഈ ചോദ്യം വരൂല. കാരണം അമ്പിയാക്കളോട് മുഅ്ജിസത്തിന്റെ അടിസ്ഥാനത്തിലും ഔലിയാക്കളോട് കറാമത്തിന്റെ അടിസ്ഥാനത്തിലും ചോദിക്കാന്നുള്ളതാണ് നമ്മളെ വാദം. അപ്പോ അമ്പിയാക്കളും ഈ പറയപ്പെട്ട സത്യസായി ബാബയാകട്ടെ മറ്റു ഏതോ ആകട്ടെ ഇവരൊന്നും അമ്പിയാക്കളുമല്ല ഔലിയാക്കളുമല്ല. അതുകൊണ്ട് അവരോട് ചോദിക്കാനും പറ്റൂല. എന്തുകൊണ്ട് പറ്റൂല? അല്ലാഹു തആല സഹായം ചോദിക്കാനുള്ള കേന്ദ്രങ്ങളായി പരിചയപ്പെടുത്തിയത് 3 ആളുകളെയാണ്, 3 കേന്ദ്രങ്ങളാണ്. അല്ലാഹു തആല വിശുദ്ധ ഖുർആനിൽ പറയുന്നു, ഇത് അമാനി മൗലവിയുടെ ഖുർആൻ പരിഭാഷയാണ് ഞാൻ വായിക്കുന്നത്. ഇനി നമ്മളത് വായിച്ചിട്ട് പ്രശ്നം വേണ്ട, അമാനി മൗലവിന്റെ തന്നെ വായിക്കുക ഖുർആൻ പരിഭാഷയിൽ. അദ്ദേഹം പറയും, എന്താ അല്ലാഹ് പറയുന്നത്? ഇന്നമാ വലിയുക്കും, തീർച്ചയായും നിങ്ങളുടെ സഹായി അല്ലാഹു മാത്രമാണ് നിങ്ങളുടെ സഹായി, വേറെ ഒരാളോടും ചോദിക്കരുത്. റസൂലുഹു, അല്ലാഹുവിന്റെ റസൂലും മാത്രമാണ് നിങ്ങളുടെ സഹായി, റസൂൽ അല്ലാത്ത വേറൊരാളോടും ചോദിക്കരുത് എന്നായി. മാത്രമല്ല വല്ലദീന ആമനു, സത്യവിശ്വാസികളുമാണ്. അല്ലദീന, എങ്ങനെയുള്ള സത്യവിശ്വാസികൾ? യുഖീമൂന സ്വലാത്ത, അവരെ നിസ്കാരം നിലനിർത്തും. വയൂത്തൂന സക്കാത്ത, സക്കാത്തും കൊടുക്കും. വഹും റാക്കിഊൻ, അതിനു പുറമെ അവർ ധാരാളം സുന്നത്ത് നിസ്കരിക്കും. വിശ്വാസി എന്ന് മാത്രം പറഞ്ഞ് അള്ളാഹ് നിർത്തിയില്ല. ഏത് പറഞ്ഞു? നിസ്കാരം കൃത്യമായി നിലനിൽക്കും, സക്കാത്ത് കൊടുക്കും, വിനയാന്വിതരായി മറ്റു ഇബാത്തുകളൊക്കെ ചെയ്യുന്നവരാണ്. ഇവരാണ് ഔലിയാക്കൾ എന്നറിയുന്നത്. അപ്പോ അമ്പിയാക്കളും സഹായിക്കും, ഔലിയാക്കളും സഹായിക്കും, അള്ളാഹും സഹായിക്കും. ഈ 3 വിഭാഗം മാത്രമേ നിങ്ങളുടെ സഹായികളുള്ളൂ. അപ്പൊ ഇവരോടെ ചോദിക്കാവൂ, മറ്റുള്ളവരോട് ചോദിക്കാൻ പാടില്ല എന്നാണ് ഈ ആയത്തിൽ പറയുന്നത്. ഇനി അമാനി മൗലവിയുടെ നേരെ ഓരോ വാക്കിന്റെ അർത്ഥം പറയുന്നുണ്ട്. ഇന്നമാ, നിശ്ചയമായും തന്നെ, ഇൻ ബ്രാക്കറ്റ് മാത്രം, വലിയുക്കും നിങ്ങളുടെ ബന്ധുമിത്രം, സഹായകൻ അല്ലാഹു ആകുന്നു. വറസൂലുഹു, അവന്റെ റസൂലും ആകുന്നു. വല്ലദീന ആമനു, വിശ്വസിച്ചവരും ആകുന്നു. അല്ലദീന, യാതൊരുവരായ, പഴയ മലയാളാണ്, യാതൊരുവരായ, യുക്കീമൂന, അവർ നിലനിർത്തും, അസ്സലാത്ത, നമസ്കാരം, വയൂത്തൂന, അവർ കൊടുക്കുകയും ചെയ്യും, അസ്സക്കാത്ത, സക്കാത്ത്, വഹും, അവരാകട്ടെ, റാക്കിഊൻ, കുമ്പിടുന്ന, ഭയഭക്തി അർപ്പിക്കുന്നവരാണ് എന്ന് പറഞ്ഞ്, അപ്പൊ അല്ലാഹു തആല സത്യവിശ്വാസികൾക്ക് സഹായം തേടാനുള്ള കേന്ദ്രങ്ങളായി പരിചയപ്പെടുത്തിയത് ഒന്ന് അല്ലാഹുവാണ്, ചോദിക്കാം. മറ്റൊന്ന് അല്ലാഹുവിന്റെ റസൂലാണ്, ചോദിക്കാം. മറ്റൊന്ന് നിസ്കരിക്കുകയും സക്കാത്ത് കൊടുക്കുകയും ഒക്കെ ചെയ്യുന്ന ഔലിയാക്കളുമാണ്, അവരോടും ചോദിക്കാം.
അതേ സമയത്ത് സത്യവിശ്വാസികളായിരിക്കുന്ന ആളുകൾ സത്യനിഷേധികളോട് സഹായം ചോദിക്കരുത് എന്ന് അള്ളാഹ് മറ്റൊരായത്തിൽ പറഞ്ഞിട്ടുണ്ട്. ലാ യത്തഖിദുൽ മുഅ്മിനൂനൽ കാഫിരീന ഔലിയാ മിൻ ദൂനിൽ മുഅ്മിനീൻ. സത്യവിശ്വാസികളായിരിക്കുന്ന ആളുകളെ സഹായികളാക്കരുത്, സത്യനിഷേധികളെ മുഅ്മിനീങ്ങളെ മാത്രമേ ആക്കാവൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ചില സിഹറുകളോ മറ്റു ജാലവിദ്യകളോ മറ്റോ എന്ത് കാണിച്ചാലും അവിടെ ഒരു മനുഷ്യ കഴിവിന് അതീതമായ കാര്യമാണെന്ന് നമ്മൾ സമ്മതിച്ചാലും ഈ കാര്യം ചെയ്യണോലോടൊക്കെ ചോദിക്കാന്നല്ല, അതിന്റെ അടിസ്ഥാനത്തിൽ അമ്പിയാക്കളോടും ഔലിയാക്കളോടും മാത്രം ചോദിക്കുക എന്നാണ് നമ്മൾ പറയുന്നത്. അതുകൊണ്ട് പിന്നെ അതുള്ളത് കൊണ്ട് അവരോടും ചോദിച്ചുകൂടെ എന്ന ചോദ്യം തന്നെ അസ്ഥാനത്താണ് എന്ന് ഓർമ്മപ്പെടുത്തും. എന്നാ പിന്നെ അമുസ്ലിങ്ങളായ ഡോക്ടർമാരെ അടുത്തോ അതുപോലെ മറ്റുള്ള നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ മറ്റിതര മതസ്ഥക്കാരോട് അടുത്ത് പോയി സഹായം ചോദിക്കാൻ പറ്റില്ല എന്നല്ല വരുന്നത്? അത് സാധാരണ വിഷയത്തിലുള്ള സഹായമാണ്. ഇപ്പൊ ആശാരി ഉദാഹരണമായിട്ട് ഒരു ആശാരി പണി എടുക്കാൻ വേണ്ടി ആശാരിയോട് ചോദിക്കാം. അതുപോലെ തന്നെ അത് മുഅ്ജിസത്തിന്റെ കറാമത്തിന്റെ അടിസ്ഥാനത്തിലുള്ള ചോദ്യമല്ല. അതുപോലെ തന്നെ ഡോക്ടർ ആണെങ്കിലോ ഡോക്ടർ എന്ന നിലക്ക് അത് മുസ്ലിം ആയാൽ മാത്രമേ ചോദിക്കാവൂ എന്നതില്ല. ഇവിടെ നമ്മളെ തർക്കത്തിലിരിക്കുന്ന ഇസ്തിഗാസ തന്നെ മുഅ്ജിസത്തിന്റെയും കറാമത്തിന്റെയും അടിസ്ഥാനത്തിൽ ചോദിക്കുക എന്നുള്ള. ഡോക്ടർ സഹായിക്കുന്നത് മുഅ്ജിസത്തിന്റെ കറാമത്തിന്റെ അടിസ്ഥാനത്തിലല്ല, ആശാരി സഹായിക്കുന്നതും മുഅ്ജിസത്തിന്റെയും കറാമത്തിന്റെയും അടിസ്ഥാനത്തിലല്ല. അത്തരം വിഷയങ്ങൾ അവരോട് ചോദിക്കാമെന്ന് മറ്റു തെളിവുകളുടെ അടിസ്ഥാനത്തിൽ സ്ഥിരപ്പെട്ടത് കൊണ്ടാണ് നാം ചോദിക്കുന്നത്. ഇന്നമ വലിക്കുമുല്ലാഹു എന്ന് പറഞ്ഞ സ്ഥലത്ത് ഇത് അമ്പിയാക്കന്മാരോടും അല്ലെങ്കിൽ ഔലിയാക്കന്മാരോട് കറാമത്തിന്റെ മുഅ്ജിസത്തിന്റെ അടിസ്ഥാനത്തിലാണെന്നുണ്ടോ? ഉണ്ട്. എവിടെന്ന് തെളിവെന്താ? തെളിവ് ഞാൻ പറഞ്ഞിരിക്കും. അവിടെ റസൂല് എന്നാ പറഞ്ഞത്. റസൂല് എന്ന് പറഞ്ഞാൽ ഒരു അഡ്രസ്സാണ്. റസൂല് എന്ന അഡ്രസ്സിന് കിട്ടുന്ന ഒരു സഹായമുണ്ട്. ഉദാഹരണമായിട്ട് എഞ്ചിനീയർ സഹായിക്കും എന്ന് പറഞ്ഞു. എഞ്ചിനീയർ സഹായിക്കും എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരുന്ന സഹായം ഏതാ? ചായ കാച്ചി തരുന്ന എഞ്ചിനീയർ സഹായിക്കും എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഒരു സഹായം വരുന്നുണ്ടല്ലോ. ആ സഹായം ഏതാ? ചായ തരിക എന്നുള്ളതാണോ? അല്ല. ഡോക്ടർ സഹായിക്കും എന്നൊന്നും. ഡോക്ടർ സഹായിക്കും എന്ന് പറയുമ്പോൾ നമ്മളെ മനസ്സിലേക്ക് സഹായം വരുന്നുണ്ടല്ലോ. അതേതാണ്? അപ്പൊ ഡോക്ടർ എന്ന അഡ്രസ്സിൽ ഒരു സഹായമുണ്ട്, എഞ്ചിനീയർ എന്ന അഡ്രസ്സിൽ ഒരു സഹായമുണ്ട്, റസൂല് എന്ന അഡ്രസ്സിൽ ഒരു സഹായമുണ്ട്. അവിടെ മുഹമ്മദ് സഹായിക്കും സല്ലല്ലാഹു അലൈഹി വസല്ലം. മുഹമ്മദ് എന്നുള്ള നബിന്റെ പേരല്ല അവിടെ പറഞ്ഞത്. അബ്ദ് അള്ളാന്റെ അടിമ എന്നുള്ള വാക്കുമല്ല അവിടെ പറഞ്ഞത്. വ റസൂലുഹു, അള്ളാന്റെ റസൂല് എന്നാണ്. ഈ റസൂല് എന്ന് പറഞ്ഞ അഡ്രസ്സിൽ ഒരു സഹായമുണ്ട്. ആ സഹായം ഏതാണ്? അത് മഹാനായ ഇമാം ഗസാലി റഹ്മഹുല്ലാ വളരെ വ്യക്തമായി അദ്ദേഹത്തിന്റെ ഇഹ്യാ ഉലൂമുദ്ദീൻ എന്ന ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തി. ആ രേഖപ്പെടുത്തിയത് ഹാഫിദ് ഇബ്നു ഹജർ അസ്ഖലാനി റഹ്മഹുല്ലാ അദ്ദേഹത്തിന്റെ ഫത്ഹുൽ ബാരിയിലും രേഖപ്പെടുത്തി. എന്താണ്? നുബുവത്ത്, പ്രവാചകത്വം, റിസാലത്ത് എന്ന് പറഞ്ഞാൽ അത് ഒരു പ്രത്യേക ചില കഴിവുകളാണ്. സിഫത്തുൻ, അതൊരു വിശേഷണമാണ്, ഒരു കഴിവാണ്. അതുകൊണ്ട് അള്ളാഹു അമ്പിയാക്കൾക്ക് അതുകൊണ്ട് മലക്കുകളെ കാണാൻ കഴിയും. അതുപോലെ തന്നെ അദൃശ്യമായ ലോകത്തേക്ക് നോക്കാൻ കഴിയും. അതുപോലെ തന്നെ വരാൻ പോകുന്ന കാര്യങ്ങൾ വായിച്ചെടുക്കാൻ കഴിയും. ഇങ്ങനെയൊക്കെയുള്ള പ്രത്യേകമായ ചില കഴിവുകൾക്ക് പറയുന്ന പേരാണ് നുബുവത്ത്, അതുപോലെ തന്നെ റിസാലത്ത് എന്ന് പറയുന്നത്. അപ്പൊ മുഹമ്മദ് എന്ന് പറയാതെ, അബ്ദുഹു എന്ന് പറയാതെ, മറ്റുള്ള വിശേഷങ്ങളൊന്നും പറയാതെ റസൂല് എന്ന അഡ്രസ്സ് പറഞ്ഞപ്പോൾ ആ അഡ്രസ്സിലുള്ള സഹായം തന്നെയാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. അതാണ് മുഅ്ജിസത്ത് കൊണ്ടുള്ള സഹായം. പിന്നെ മറ്റേ സ്ഥലത്ത് വല്ലദീന ആമനു, വിശ്വാസികളെ സഹായിക്കുന്നതാണ് നിർത്തിയില്ല. ഇതാ വിശ്വാസികൾ, സാധാരണ സഹായം വിശ്വാസികൾ സഹായിക്കുന്നു ഇട്ടാ വല്ലദീന ആമനു എന്ന് പറഞ്ഞാൽ മതി. പിന്നെ അവിടെ എന്തൊക്കെ പറഞ്ഞു? എങ്ങനത്തെ വിശ്വാസികൾ? അല്ലദീന യുഖീമൂന സ്വലാത്ത, അവർക്ക് നിസ്കാരം കൃത്യമായി നിർവഹിക്കുന്നവരാണ്. വയൂതൂന സകാത്ത, സകാത്തും കൊടുക്കുന്നവരാണ്. പോരാ വഹും റാക്കിഊൻ, അവർ പിന്നെയും ധാരാളം സുന്നത്തും അല്ലാത്തതുമായ കർമ്മങ്ങളൊക്കെ ചെയ്യുന്നവരാണ്, വിനയാന്വിതരായി നിസ്കരിക്കുന്നവരാണ്. ഇത്രയും വിശേഷണങ്ങൾ എന്തിനാ അവിടെ പറഞ്ഞ്? വിശ്വാസി സഹായിക്കുന്നതാണ് നിർത്തിയാ പോലെ. നിർത്തിയില്ല. എന്താ നിർത്താതിരുന്നത്? ഇതാണ് ഔലിയാക്കളുടെ താരീഫാണ് പറഞ്ഞത്. മഹാനായ ഇമാം തഫ്താസാനി റഹ്മഹുല്ലാ വലിയ എന്ന് പറഞ്ഞാൽ എന്താണ്? അൽ മുവാലിബു അല ത്വാഅത്ത്, ത്വാഅത്തുകൾ പതിവായി ചെയ്യുന്ന ആൾ. അൽ മുജ്തനിബു അനിൽ ഇൻഹിമാക്കി ഫിൽ ലദ്ദാത്തി വശഹവാത്ത്, ശരീരേച്ഛകളിലും മറ്റു ആഗ്രഹങ്ങളിലൊക്കെ മുഖം കുത്തി വീഴുന്നതിന് തൊട്ട് മാറി നിൽക്കുന്ന, അള്ളാഹുവിന് കൃത്യമായി ആരാധനകൾ ചെയ്യുന്ന ആളുകളാണ് വലിയ.
ഈ വലിയിന്റെ അതേ നിർവചനാണ് അല്ലാഹു തആല ഇവിടെ പറഞ്ഞത്. അപ്പൊ വലിയ എന്ന് പറയുമ്പോ ആ വലിയിൽ നിന്ന് കിട്ടുന്ന ഒരു സഹായമുണ്ട്, അതാണ് കറാമത്ത്. അപ്പൊ ഈ ആയത്തിന്റെ അർത്ഥം തന്നെ അമ്പിയാക്കൾ മുഅ്ജിസത്ത് കൊണ്ടും ഔലിയാക്കൾ കറാമത്ത് കൊണ്ടും സഹായിക്കുമെന്ന് ഈ ആയത്തിൽ നിന്ന് തന്നെ കിട്ടും. അതാണ് അഡ്രസ്സിന്റെ സഹായമാണ്. ഡോക്ടറെ സഹായം എന്ന് പറയുമ്പോൾ നിങ്ങളെ മനസ്സിൽ വരുന്ന സഹായമാണോ എഞ്ചിനീയറെ സഹായം എന്ന് പറയുമ്പോൾ വരുന്നത്? എഞ്ചിനീയറോട് പോയി ആരോ ചായ വയ്ക്കലുണ്ടോ? ഡോക്ടറോട് പോയി ആരോ വീടുണ്ടാക്കണം എന്ന് പറയലുണ്ടോ? ഇല്ല. ഡോക്ടർക്ക് അറിയപ്പെട്ട സഹായം ഉണ്ട്, അത് അയാളോട് ചോദിക്കും. എഞ്ചിനീയർക്ക് അറിയപ്പെട്ട സഹായം ഉണ്ട്, അത് അയാളോട് ചോദിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്ന് റസൂലിന് അറിയപ്പെട്ട ഒരു സഹായമുണ്ട്, ആ സഹായം റസൂലിനോട് ചോദിക്കുക എന്ന് തന്നെയാണ് ആ ആയത്തിന്റെ അർത്ഥം. പണ്ഡിതന്മാർ വളരെ വ്യക്തമായി അത് രേഖപ്പെടുത്തിയിട്ടുമുണ്ട്. ഇനി അതിന്റെ ഇബാറത്ത് ഇമാം ഓസാരിയും റഹ്മഹുല്ലാഹി ഇഹ്യാ ഉലൂമുദ്ദീനിൽ പറഞ്ഞത് വേണമെങ്കിൽ ഞാൻ വായിച്ചു തരാം. നിങ്ങൾക്ക് ആവശ്യമുണ്ടായി വായിക്കാം. ഇത് ആവശ്യമില്ലല്ലോ, വിഷയം പറഞ്ഞാൽ മതി. വല്ലദീന ആമനു എന്നുള്ള വലിയെന്ന് വല്ലദീന ആമനു ഉണ്ടല്ല, വല്ലദീന ആമനു എന്നപ്പോ നമ്മളൊക്കെ പെടും. പക്ഷെ വല്ലദീന ആമനു എന്ന് നിർത്തിയിട്ടില്ല. അല്ലദീന യുഖീമൂന സ്വലാത്ത വയൂത്തൂന സകാത്ത വഹും റാക്കിഊൻ. നിസ്കരിക്കുന്ന എന്നാ തന്നെ പിന്നെന്തിനാ വഹും റാക്കിഊൻ എന്ന് പറഞ്ഞത്? യുഖീമൂന സ്വലാത്താണ് നിസ്കാരത്തിലുള്ള ഒന്നാണല്ലോ റുക്കൂ എന്നാണ്. നിസ്കരിക്കുന്ന നിർത്തിയില്ല, വഹും റാക്കിഊൻ. അതാണ് വഇബാദുർ റഹ്മാനില്ലദീന യംശൂന അലൽ അർളി ഹൗന വഇദാ ഖാതബഹുമുൽ ജാഹിലൂന ഖാലൂ സലാമ എന്ന് പറഞ്ഞ് അള്ളാന്റെ യഥാർത്ഥ ഔലിയാക്കൾ ഏതാന്ന് അല്ലാഹു തആല മറ്റൊരായത്തിൽ വിശദീകരിച്ചിട്ടുണ്ട്. ആ വിശദീകരണത്തിന്റെ ചുരുക്ക രൂപമാണ് ഇവിടെ പറഞ്ഞത്. ഇതുകൊണ്ട് ഉദ്ദേശം വലിയാണെന്ന് ഏതെങ്കിലും തഫ്സീറിൽ ഇമാം റാസി തന്റെ തഫ്സീറുൽ കബീറിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ ഇസ്തിഗാസ മറ്റുള്ള ദുആയേക്കാളും അഫ്ദൽ ഇസ്തിഗാസയാണെന്ന് പല കിതാബുകളിലുമുള്ള. എങ്ങനെ ഇസ്തിഗാസ ഈ ദുആഇനേക്കാളും സാധാ ദുആ ചെയ്യുമ്പോ അതിനേക്കാളും ഉത്തമം ഇസ്തിഗാസയാണെന്ന് സുന്നി പണ്ഡിതന്മാരുടെ കിതാബുകളിൽ കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. ഏത് കിതാബിലാ കണ്ടേ? അങ്ങനെ ഉണ്ടോന്നാ ചോദിക്കുന്നത്? അപ്പൊ ഏതാണ് നല്ലത് നിങ്ങൾ ചോദിച്ച്, അപ്പൊ രണ്ടും ശരിയാന്ന് ഇപ്പൊ അംഗീകരിച്ചോല്ലേ? അതൊന്നും ഇങ്ങോട്ട് പറയും. ഏതാ നല്ലത് ഏതാ പുണ്യം എന്ന് ചോദിക്കാൻ രണ്ടും പറ്റുന്നാളെ രണ്ടും ശരിയാണെന്ന് ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായെങ്കിൽ അതൊന്നും അംഗീകരിച്ചാ ഏതാ നല്ലത് ഞാൻ പറഞ്ഞുതരാം. സുന്നി പണ്ഡിതന്മാരുടെ കിതാബുകളിൽ അങ്ങനെ ഉണ്ട്. അത് അങ്ങനെ ഉണ്ടോ ഇല്ല എന്നാണ് ചോദ്യം. ഏത് ഇസ്തിഗാസ പിന്നെ മറ്റുള്ളതിനേക്കാളും അതല്ല സുഹൃത്തെ ഞാൻ ചോദിക്കുന്നത്. നിങ്ങളിപ്പോ ചോദിച്ചതിനൊക്കെ ഞാൻ മറുപടി അറിഞ്ഞു. ഈ പറഞ്ഞ മറുപടി ആയോ ഇല്ല നിങ്ങളൊന്നും അത് പറയും. പറഞ്ഞത് പിന്നത്തെ നിങ്ങൾ പിന്നെ ചോദിച്ചോളൂ, ഞാൻ പറയാം. ഇപ്പൊ നിങ്ങൾ കുറെ ചോദിച്ചല്ലോ, അതിനൊക്കെ ഇപ്പൊ ഞാൻ മറുപടിയും പറഞ്ഞല്ലോ. അപ്പൊ നിങ്ങൾ വേറൊന്നാ ചോദിക്കണ്. അപ്പൊ ആ പറഞ്ഞ ഇപ്പൊ നിങ്ങൾക്ക് സമ്മതമായോ ഇല്ലേ? അതൊന്നും ഇങ്ങോട്ട് പറയാം. ഞാൻ പറഞ്ഞെനിക്ക് മനസ്സിലായോ? അല്ല മൂപ്പരത്ത് കഴിയട്ടെ. മൂപ്പരത്ത് കഴിഞ്ഞിട്ടില്ല. മൂപ്പരത്ത് കഴിഞ്ഞിട്ട് നിങ്ങൾ ചോദിച്ചോളൂ. ഞാൻ പറഞ്ഞെനിക്ക് മനസ്സിലായോ? നിങ്ങളിപ്പോ കുറെ ചോദിച്ചല്ലോ എന്നോട് അല്ലേ? അതിനൊക്കെ ഞാൻ മറുപടിയും പറഞ്ഞു. ഈ പറഞ്ഞ മറുപടി ഇപ്പൊ നിങ്ങൾക്ക് മറുപടി അയക്കണോ? ഈ പറഞ്ഞോടുത്ത് ഔലിയാക്കളാണ് ഈ വാർത്തയാണെങ്കിൽ ഞാൻ വായിച്ചുതരാം. അപ്പൊ റസൂല് വല്ലദീനാമനുവിന്റെ അവിടെ പോകുമ്പോൾ ഇഷ്കാലുള്ളൂ. റസൂല് എന്ന് പറഞ്ഞപ്പോ മുഅ്ജിസത്തിന്റെ സഹായം തന്നെയാണ് എന്ന് നിങ്ങൾ അംഗീകരിച്ചു എന്ന് എനിക്ക് മനസ്സിലാവും. കാരണം ഈ വല്ലദീനാമനുവിന്റെ അവിടെ ഏതുള്ളൂ പ്രശ്നമുള്ളൂ അല്ലേ? ഏതായിക്കോട്ടെ, ദൈവാർത്ഥ ഞാൻ വായിച്ചുതരാം. അതായത് ഇമാം റാസി അവിടെ പറയുന്നത് ഇന്നമാ വലിയുക്കും, തീർച്ചയായും നിങ്ങളുടെ സഹായി. ഈ വാർത്ത ഞാൻ വായിക്കാം. നമ്മളല്ലോ ആദ്യം ഒന്ന് വിഷയം മനസ്സിലാക്കുക, എന്നിട്ട് ഈ വാർത്ത വായിച്ചാൽ നമുക്ക് മനസ്സിലാവും. നിങ്ങളുടെ സഹായി ആണെങ്കിൽ ഇപ്പോ മൂമിനീങ്ങളോടാണത് പറയുന്നത് അല്ലേ? നിങ്ങളുടെ സഹായി എന്ന് പറഞ്ഞാൽ മൂമിനീങ്ങളോടാണല്ലോ പറയുന്നത്. അപ്പൊ ഈ നിങ്ങൾ എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മളൊക്കെ പെട്ടു. ഇനി സത്യവിശ്വാസികളാണെന്ന ശേഷം പറയുന്നത്. അപ്പൊ എന്നെ ഞാൻ തന്നെ സഹായിക്കുന്നതായി ഇപ്പൊ അതിന്റെ അർത്ഥം. കാരണം ഇന്നമാ വലിയുക്കും, തീർച്ചയായും നിങ്ങളുടെ സഹായി. ഈ നിങ്ങൾ തന്നെ ഇപ്പൊ ആരാണ്? മൂമിനീങ്ങളോടാണല്ലോ നിങ്ങളുടെ സഹായി എന്ന് പറയുന്നത്. എന്നിട്ട് നിങ്ങളുടെ സഹായി ആരാണ്? വല്ലദീന ആമനു, സത്യവിശ്വാസികളാണെന്ന ശേഷം പറയുന്നത്. അപ്പൊ എന്നെ ഞാൻ തന്നെ സഹായിക്കാന്നുള്ളൊരു അർത്ഥം അതിന് കിട്ടുമല്ലോ. അത് ശരിയല്ലല്ലോ, എന്നെ ഞാൻ തന്നെ സഹായിക്കാന്നല്ലല്ലോ അവിടെ പറയുന്നത്. അപ്പൊ ഔലിയാക്കൾ മറ്റുള്ളവരെ സഹായിക്കും എന്നാണ് ഈ പറഞ്ഞത് എന്നാണ് ഇമാം റാസി പറഞ്ഞിട്ടുള്ളത്. ഇൻഷാ അല്ലാഹ് ഞാൻ വായിച്ച. നിങ്ങളിപ്പോ ഇവിടെ പറഞ്ഞ ഈ ആയത്തിന്റെ അവതരണ പശ്ചാത്തലം നമ്മൾ മനസ്സിലാക്കണം. അന്ന് മദീനയിലുള്ള മുസ്ലിങ്ങളിൽപ്പെട്ട ആൾക്കാർ പലർക്കും അമുസ്ലിങ്ങളും ജൂത ക്രിസ്ത്യാനികളുമായിട്ട് ബന്ധമുണ്ടായിരുന്നു. പലർക്കും അവരോട് പിരിയാൻ വിഷമമുണ്ടായിരുന്നു. അപ്പൊ ഇറങ്ങിയ ആയത്താണ് മുസ്ലിങ്ങളുടെ സഹായികൾ അള്ളാഹുവാണ്, റസൂലാണ്, സത്യവിശ്വാസികളാണ്. അള്ളാഹു സഹായിക്കും എന്ന് പറഞ്ഞാൽ അള്ളാഹു നമുക്ക് ഹിദായത്ത് തരികയും നമ്മൾ സ്വർഗം തരികയും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സഹായിക്കും എന്ന് പറഞ്ഞാൽ ഈ റിസാലത്ത് നമുക്ക് എല്ലാ ത്യാഗങ്ങളും സഹിച്ച് ഈ ഖിയാമത്ത് നാളിന്റെ അവസാനം വരെയുള്ള
നമുക്ക് ഇത് എത്തിച്ചു തരുന്നതാണ് റസൂൽ അവിടെ സഹായി എന്ന് പറഞ്ഞത്. ഷാഫി ഇമാം, നമ്മൾ ഉദാഹരണമായിട്ട് ഷാഫി ഇമാമിന്റെ കിതാബുകൾ നിലനിൽക്കുന്നിടത്തോളം കാലം ഷാഫി ഇമാം നമ്മുടെ സഹായിയാണ്. അതിനർത്ഥം ഷാഫി ഇമാം എന്നെ രക്ഷിക്കണേ എന്ന് പ്രാർത്ഥിക്കലാണ് എന്റെ വിനീതമായ അഭിപ്രായത്തിൽ. എങ്ങനെയും ദുർവ്യാഖ്യാനമോ അല്ലെങ്കിൽ എന്റെ ഭാഷ ദുർവ്യാഖ്യാനം, നിങ്ങളുടെ ഭാഷയിൽ നല്ല വ്യാഖ്യാനം, ഏതായാലും വ്യാഖ്യാനിക്കാനുള്ള സ്വാതന്ത്ര്യം നമ്മൾ ഇന്ത്യ രാജ്യമാണ്, നമുക്ക് എന്തും പറയാം. പക്ഷെ അള്ളാഹുവും ഇതിന് സാക്ഷിയാണ്, മലക്കുകൾ സാക്ഷിയാണ്. അതുകൊണ്ട് കുറച്ചും കൂടി സൂക്ഷ്മത പാലിക്കണമെന്ന് അള്ളാഹുവിന്റെ പേര്, ഇസ്ലാമിന്റെ പേരിൽ ഞാൻ അപേക്ഷിക്കാൻ നിർത്തിയില്ല. ഒറ്റ ചോദ്യം, ഒരു ഇതും കൂടി പറയട്ടെ, എന്റെ അഭിപ്രായമാണ്. പിന്നെ നേരത്തെ പറഞ്ഞ് മൊയ്സത്ത് കൊണ്ട് സഹായിക്കാന്ന്. മൊയ്സത്തുകള് നബിമാർക്കും കഴിഞ്ഞിട്ട് കഴിഞ്ഞു പിന്നെ പറയാം. മുജിസത്ത് നബിമാർക്കും കറാമത്ത് ഔലിയാക്കൾക്കും അള്ളാഹു സ്ഥിരമായി കൊടുത്ത ഒരു കഴിവല്ല. മൂസാ നബി കുറെ കാലം കഴിഞ്ഞിട്ടാണ് മൂസാ നബിക്ക് ഈ വടിക്ക് ഇങ്ങനെ കഴിവുണ്ട് എന്നുള്ളത് അള്ളാഹു കാണിച്ചു കൊടുക്കുന്നത്. അത് തന്നെ പിന്നെ മൂസാ നബി എനിക്ക് ഇങ്ങനെ കഴിവുണ്ടല്ലോ എന്ന് കൂടി പറഞ്ഞിട്ടില്ല. കറാമത്തുകളും അങ്ങനെ തന്നെയാണ്. കറാമത്ത് ഒരാൾക്ക് വെളിപ്പെട്ടാൽ സ്ത്രീകൾ, കുറച്ച് മോശമുള്ള പ്രയോഗമാണ്, പക്ഷെ ഞാൻ കാര്യത്തിന് വേണ്ടി പറയാണ്, സ്ത്രീകൾ ആർത്തവം മൂടി വെക്കുന്ന മാതിരി അത് മൂടി വെക്കണം എന്നാണ് പറഞ്ഞത്. കാരണം ഒരു വലിയന് അങ്ങനത്തെ ഒരു ആവശ്യമില്ല. ഒരു റസൂലിന് അത് കാണിച്ചു കൊടുക്കേണ്ട തെളിവാണത്. ബയാൻ അള്ളാഹുവിന്റെ ഒരു ആയത്താണത്. അങ്ങനെ ഇങ്ങനെ പിന്നെ അള്ളാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കാൻ ആരോട് നമ്മൾ പ്രാർത്ഥിക്കും? റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉണ്ടാകുമ്പോൾ എങ്ങനെ മറ്റൊരാൾ പ്രാർത്ഥിക്കുക? അബൂബക്കർ ഉണ്ടാകുമ്പോൾ എങ്ങനെ റിഫായി ശൈഖ് പ്രാർത്ഥിക്കുക? ഇതിന്റെ പിന്നെ ഇതിന്റെ ഘടന നമുക്കൊരു പ്രശ്നം ഉണ്ടായി, അള്ളാഹിനോട് പറഞ്ഞ് സാധിച്ചു. പിന്നെ ആരെ നമ്മൾ പരിഗണിക്കും? റസൂല് കഴിഞ്ഞിട്ട് പിന്നെ ആര്? ഇബ്രാഹിം നബിയോ? അപ്പൊ ഇങ്ങനല്ല, റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പഠിപ്പിച്ച ദീനിൽ ഇതില്ല എന്ന് വിനയപുരസ്സരം നിങ്ങളോട് പറയാൻ നിങ്ങൾ വിശദീകരണം കിട്ടതർക്കില്ല. ദീനിൽ ഇല്ല എന്ന് എന്റെ അഭിപ്രായമാണ്. നിങ്ങൾക്ക് കേട്ടു. ഈ ഏകദേശം 4.5 മിനിറ്റുള്ള മാന്യ സഹോദരന്റെ ചർച്ചയിൽ 7 വിഷയങ്ങളാണ് വന്നിട്ടുള്ളത്. ഒന്നാമതായി, ഇന്നമാ വലിയുക്കുമുല്ലാഹു വ റസൂലുഹു എന്ന ആ ആയത്തിന്റെ അവതരണ പശ്ചാത്തലം. ആ കാലഘട്ടത്തിൽ സഹാബത്തിൽപ്പെട്ട പലർക്കും ഇതര മതസ്ഥരുമായിട്ടുള്ള സ്നേഹബന്ധങ്ങൾ, അതല്ലെങ്കിൽ സഹകരണത്തിന് വേണ്ടിയിട്ടുള്ള സമീപനമുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് വിട്ടുനിൽക്കുക. അള്ളാഹുവും റസൂലും മുഅ്മിനുകളും ഉണ്ട് സഹായികൾ. അവരോടുള്ള ബന്ധം വിച്ഛേദിക്കണം, ആ സ്നേഹപ്രകടനം വിച്ഛേദിക്കണം എന്നതിലേക്കുള്ള സൂചനയാണ്. ഒരു വിഷയത്തിൽ ഒരായത്തിറങ്ങിയാൽ സബബുൻ നുസൂല്, അവതരണ പശ്ചാത്തലം ഒരു പ്രത്യേക വിഷയത്തിലാണെങ്കിലും അതിൻ്റെതായ വിധി വ്യാപകമാണ്, പൊതുവാണ് എന്നുള്ളത് ആദ്യം അറിഞ്ഞിരിക്കണം. രണ്ടാമതായി, ഈ സഹായം എന്ന് പറഞ്ഞാൽ അള്ളാഹു, അവന്റെ റസൂല്, അവന്റെ മുഅ്മിനുകൾ സഹായിക്കും എന്ന് പറഞ്ഞാൽ അത് മറ്റു ഇതര ആളുകൾ സഹായിക്കുന്നത് പോലെയല്ല. മറ്റുള്ള ആളുകൾ സഹായിക്കുന്ന സഹായം മുഅ്ജിസത്ത്, കറാമത്ത് അടിസ്ഥാനത്തിലല്ല, അത് ഇങ്ങനെയാണ് എന്നാണ് നേരത്തെ ഇവിടെ സൂചിപ്പിച്ചത്. അവിശ്വാസികളോട് ഒരു നിലക്കുള്ള സഹായം ചോദിക്കേണ്ട എന്നർത്ഥമല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വഫാത്താകുന്നതിന്റെ മുമ്പ് ജൂതന്റെ കയ്യിൽ അങ്കി പണയം വെച്ചു കൊടുത്തത് ഹദീസിലുണ്ട്. അപ്പൊ അവരെ വക്കൽ നിന്ന് സഹായം സ്വീകരിക്കേണ്ട എന്നതിനർത്ഥമല്ല. പിന്നെ അവരിൽ നിന്ന് കിട്ടുന്ന സഹായം ഏതോ അസഹായമല്ല ഇത്, ഇവിടെ പറഞ്ഞ സഹായം ഏതോ ഈ സഹായമല്ല അത് എന്ന് മനസ്സിലാക്കാൻ കൂടുതൽ ചിന്തിക്കേണ്ട ആവശ്യം ഇല്ല. രണ്ടാമതായി, ഈ വിഷയം പറഞ്ഞതിന് ശേഷം അദ്ദേഹം പറഞ്ഞ കണ്ടന്റ് അദ്ദേഹത്തോടും ഞാൻ പറയാം. സ്വന്തം നിലക്കൊന്നും വ്യാഖ്യാനിക്കാൻ പാടില്ല. ഇപ്പൊ ഇന്നമാ വലിയുക്കുമുള്ള എന്നുള്ള അള്ള വലിയാണ് എന്നതിന്റെ മാന അള്ളാഹു തആല നമുക്ക് ഹിദായത്ത് തരുന്നു, അത് തരുന്നു, ഇത് തരുന്നു എന്നുള്ളതിൽ പരിമിതിപ്പെടുത്തുക എന്നുള്ളത് അദ്ദേഹം തന്നെ പറഞ്ഞു എന്റെ സ്വന്തം വകയാണ്. ശരിയാണ്, അങ്ങനെ പറയാൻ പാടില്ല. നേരെ മറിച്ച് അള്ളാഹു വലിയാണ് എന്ന് പറഞ്ഞാൽ അല ലഹുൽ ഖൽഖു വൽ അംർ, ഇവിടെയുള്ള സംഹാരവും വ്യവഹാരവും, ഇവിടെയുള്ള ഓരോ കാര്യങ്ങളും ഓരോ വിഷയങ്ങളും ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഏതേത് അനുഗ്രഹങ്ങളും ഒക്കെ അള്ളാഹു നൽകുന്നതാണ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, ലോകരക്ഷിതാവാൻ. അപ്പൊ അള്ളാഹു വലിയാണെന്ന് പറഞ്ഞാൽ എല്ലാ സഹായം അതിൽ പെട്ടു.
റസൂലുഹു എന്ന് പറഞ്ഞാൽ റിസാലത്ത് മാത്രമല്ല. എന്തുകൊണ്ട്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാം, അയ്യുക്കും തറക ദൈനൻ ഔ ലൈഅതൻ ഫദ്ഉനി, സഹീഹ് മുസ്ലിം. നിങ്ങളിൽ കും എന്ന് പറഞ്ഞാൽ ലോകത്തോടാണ്, നിങ്ങളിൽ മുഅ്മിനീങ്ങളോടാണ്. നിങ്ങൾക്ക് വല്ല വിഷമം, ദാരിദ്ര്യം അനുഭവപ്പെട്ടാൽ ഫദ്ഉനി, നിങ്ങൾ എന്നെ വിളിക്കുക, അപേക്ഷിക്കുക. സഹീഹ് മുസ്ലിം കിതാബുൽ ഫറായിദിന്റെ അധ്യായത്തിൽ. ഇതനുസരിച്ച് ജാബിർ റളിയല്ലാഹു അൻഹു പിതാവ് വഫാത്തായപ്പോൾ ഒരുപാട് കടമുണ്ടായിരുന്നു. ഈ കടമുണ്ടായിരുന്ന വിഷയം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറയാം. നബി തങ്ങൾ ഒരു കൊട്ട കാരക്ക കൊണ്ടുവരാൻ വേണ്ടി പറയുന്നു. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓരോരുത്തരും എനിക്ക് എത്ര കടം, എനിക്ക് 70 കൊട്ട കാരക്ക, ഇതിൽ നിന്ന് അളന്നു കൊടുക്കുന്നു. മുസത്ത് കൊണ്ട് സഹായിക്കുകയാണ്. മുസത്ത് എന്ന് പറഞ്ഞാൽ ഹൈലുള്ള പോലെ മറച്ചക്കാനുള്ളതല്ല, ഓരോരുത്തർക്കും സഹായിക്കുകയാണ്, മറ്റാൾക്കും സഹായിക്കുകയാണ്, ഇവർക്കും സഹായിക്കുകയാണ്, ഓരോരുത്തർക്കും സഹായിച്ചു കൊടുക്കുകയാണ്. അത് സ്വന്തം നിലക്ക് ഉണ്ടാവൂല, അല്ലാഹു തആല വെളിപ്പെടുത്തുന്നതെന്നാ പറയുന്നത്. അപ്പൊ അള്ളാന്റെ മുഅ്ജിസത്ത് എന്നാണല്ലോ പറയേണ്ടത്, റസൂലിന്റെ മുഅ്ജിസത്ത് എന്നല്ലല്ലോ. മുഅ്ജിസത്ത് എന്ന് പറഞ്ഞാൽ അമ്പിയാക്കളുടെ പക്കൽ നിന്നുള്ള വെല്ലുവിളിയുടെ സ്വഭാവത്തിൽ ഉണ്ടാകുന്ന അസാധാരണ വിഷയമാണ്. അപ്പൊ വെല്ലുവിളിയുടെ സ്വഭാവത്തിലുള്ള അസാധാരണ വിഷയമാകുമ്പോൾ സ്വാഭാവികമായിട്ടും അവർ ഉദ്ദേശിക്കുമ്പോൾ പ്രകടമാണല്ലോ. അമ്പിയാക്കളുടെ മുഅ്ജിസത്ത്, ഔലിയാക്കളുടെ കറാമത്ത് ഉദ്ദേശത്തോടു കൂടെയാവാം, അല്ലാതെയുമാവാം. അപ്പോ സഹോദരൻ അതും മനസ്സിലാക്കണം എന്ന് രണ്ടാമതായി ഉണർത്തുകയാണ്. ചുരുക്കത്തിൽ ഓരോ സഹാബത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സമീപിക്കുന്നു, സഹായം ചോദിക്കുന്നു, നബി തങ്ങൾ അത് കൊടുക്കുന്നു. കൊടുത്തതിന് ശേഷം പറഞ്ഞത് ഇന്നമാന ഖാസിം വല്ലാഹു യുഅതി, ഐ ആം ഡിവൈഡിംഗ് മാൻ, ഞാൻ ഓഹരി ചെയ്യുന്നവൻ മാത്രമാണ്, ഞാൻ ഓരോരുത്തർക്കും കൊടുക്കുകയാണ്. അല്ലാഹു തആലയാണ് ഇതിന്റെ ശരിയായ ദാതാവ്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സഹായിക്കുന്നത് അല്ലാഹു കൊടുത്ത സഹായം കൊണ്ടാണ്. ഇത് ജീവിതകാലം. വഫാത്തിന്റെ ശേഷമോ ഇതുപോലെ തന്നെയാണ്. ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ് നിങ്ങൾ അറിയില്ല. സഹീഹുൽ ബുഖാരിയുടെ സനദിൽ തന്നെ വളരെ സനദോട് കൂടെ മറ്റു ഹദീസിന്റെ പണ്ഡിതന്മാർ പറഞ്ഞത് കാണാം ഒരുപാട് വിഷയം. ഉദാഹരണമായിട്ട് ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാൻ ഈസാ നബി അലൈഹി സ്വലാമിനെ സംബന്ധിച്ച് ലൗ ഖാമ അലാ ഖബരി വദഅ, എന്റെ ഖബറിൽ വന്നുകൊണ്ട് എന്നെ വിളിച്ചു, യാ മുഹമ്മദ് എന്ന് വിളിച്ചാൽ അജബ്തുഹു, ഞാൻ ഉത്തരം തന്നെ ചെയ്യും. നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. മുസ്നദ് അബീ അലയിൽ കാണാം, സഹിയായ സനദാണ്, റിജാലുഹു റിജാലു സഹീഹ്. ഇങ്ങനെ ഒരുപാട് ഹദീസുകളുണ്ട്. സഹാബത്തെ കിറാം, ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ സംഭവമുണ്ട്, ഞാൻ അതിലേക്ക് ഇപ്പോൾ കടക്കുന്നില്ല. ഏതായിരുന്നാലും ഇങ്ങനെയാണ് വിഷയം. അതിന്റെ മറ്റു വിശദാംശങ്ങൾ നേരെ സൂചിപ്പിച്ചുകൊണ്ട് പറഞ്ഞില്ല. പിന്നെ കറാമത്ത് മറച്ചു വെക്കണം എന്ന് പറഞ്ഞു. ഞാൻ ചോദിക്കട്ടെ, ഖാലിദ് ബിൻ അബ്ദുൽ വലീദ് റളിയല്ലാഹു അൻഹു മറ്റൊരു നാട്ടിലേക്ക് പോയി, വിഷം കുടിക്കാൻ ധൈര്യമുണ്ടോ എന്ന് ചോദിച്ചു. ഘോരമായ വിഷം കുടിച്ച സ്പോട്ടിൽ മരണപ്പെടുന്ന വിഷയം, അത് കുടിക്കാം, പക്ഷെ കറാമത്താണ്, പക്ഷെ മറച്ചു വെക്കേണ്ടതാണ്, ഹൈല് പോലെയാണ്, അങ്ങനെ വെച്ചില്ല. പിന്നെ എന്താ ചെയ്തത്? ബിസ്മില്ലാഹില്ലദീ ലാ യദുറു മഅ ഇസ്മിഹി ശൈഉൻ ഫിൽ അർളി വസ്സമാഇ സമീഅ ലഹു ഒരൊറ്റ കുടിക്കല കറാമത്ത്. സഹീഹുൽ ബുഖാരി മുസ്ലിം വളരെ വ്യക്തമായി കിതാബുൽ ഫളായിൽ എന്ന അധ്യായത്തിൽ, സഹീഹ് മുസ്ലിമിൽ, അതുപോലെ തന്നെ സഹീഹുൽ ബുഖാരിയിൽ വളരെ വ്യക്തമായി കാണാം ജുറൈജ് റളിയല്ലാഹു അൻഹുവിന്റെ സംഭവം. ജുറൈജ് റളിയല്ലാഹു അൻഹുവിനെ സംബന്ധിച്ച ആരോപണം ലഭിച്ചപ്പോ ആരോപണ വിധേയരായ ജുറൈജ് റളിയല്ലാഹു അൻഹു ഈ കുട്ടി ജാരസന്തതിയാണ്, ജുറൈജ് റളിയല്ലാഹു അൻഹു അതിന്റെ ആള് എന്നാണ് പിന്നെ ആരോപിക്കപ്പെട്ടത്. ഉടനെ തന്നെ ചെറിയ കുട്ടിയോട് ചോദിക്കുകയാണ്, മൻ അബൂഖ്, ആരാ എന്റെ വാപ്പാന്ന് ചോദിച്ചു. ആരാ എന്റെ പിതാവ് എന്ന് ചോദിച്ചു. കറാമത്ത് ചക്കട്ടവ മുയലിട്ടി എന്ന് പറയുന്നതായിരിക്കും, കുതിരത്താലെ കിട്ടുന്ന സംഗതിയാണെങ്കിൽ ഇവിടെ ചോദിക്കുവോ, ധൈര്യപ്പെടുവോ? ഇല്ല. ജുറൈജ് റളിയല്ലാഹു അൻഹു ചോദിക്കുകയാണ്, ആരാ നിങ്ങളെ വാപ്പാന്ന്. അപ്പൊ ചെറിയ എട്ടും പൊട്ടും തിരിയാത്ത കുട്ടി, സംസാരിക്കാൻ കഴിയാത്ത കുട്ടി, എന്റെ ബാപ്പ ഇന്നാളിന്ന ആട്ടിടയനാണ്. ഈ ഹദീസ് ഉദ്ധരിച്ചുകൊണ്ട്, ഈ സംഭവം ഉദ്ധരിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട ഹാഫിദ് ഇബ്നു ഹജർ അസ്ഖലാനി തങ്ങൾ ഫത്ഹുൽ ബാരിയിൽ 11ാമത്തെ വാല്യത്തിൽ പറയുന്നു, ഔലിയാക്കളുടെ കറാമത്ത് അവരിഷ്ടപ്പെടുന്ന രൂപത്തിൽ ഉണ്ടാവും. 3 ലക്ഷം ഹദീസ് നമ്മെപ്പോലെ ഏതെങ്കിലും ഒരു ഹദീസ് ഹർക്കത്തിടാതെ വായിക്കാൻ കഴിയാത്ത ആൾക്കാരല്ല. നേരെ മറിച്ച് ബഹുമാനപ്പെട്ട ഇബ്നു ഹജർ അസ്ഖലാനി 3 ലക്ഷം ഹദീസ് മനപ്പാടുള്ളവരാണ്, 3 ലക്ഷം ഹദീസ് മനപ്പാടമുള്ളവരാ. ആ ഇബ്നു ഹജർ അസ്ഖലാനി തങ്ങൾ 728 കിതാബ് ഉണ്ടാക്കിയവരാണ്. ആ അസ്ഖലാനി തങ്ങൾ വിശുദ്ധ ഖുർആനിന്റെ വിഷയത്തിൽ 11 കിതാബ് ഉണ്ടാക്കിയയാളാണ്. ആ അസ്ഖലാനി തങ്ങൾ ഹദീസിന്റെ വിഷയത്തിൽ 40 ചില കിതാബ് ഉണ്ടാക്കിയയാളാണ്. ആ ബഹുമാനപ്പെട്ടവർ പറയുന്നു ഉണ്ടാവും. നവവി ഇമാം 65 വർഷത്തിൽ 162ഓളം കിതാബ് ഉണ്ടാക്കിയ ബഹുമാനപ്പെട്ട 45 വയസ്സുകാരനായ ഇമാം നവവി തങ്ങൾ ഹിജറ 676 വഫാത്തായ മഹാൻ ഈ സംഭവം ഉദ്ധരിച്ചു പറയുന്നു, വലിയാക്കൾക്ക് ഇഷ്ടമുണ്ടാകുമ്പോൾ കറാമത്ത് ഉണ്ടാകും എന്നും ഉണർത്തുന്നതായി കാണാം. അപ്പോ അത് ശരിക്കും ശ്രദ്ധിക്കണമെന്ന് സഹോദരനോടും എല്ലാ ആളുകളോടും ഉണർത്തുകയാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഞാൻ പറഞ്ഞത് പിന്നെ മുഅ്ജിസത്തിന്റെ കാര്യത്തിലല്ല, സുന്നി കിതാബുകളിൽ തന്നെ എഴുതി വെച്ച സംഗതിയാണ്. എന്ത്
ഏത് ഇതിന്റെ അടിസ്ഥാനത്തിൽ എഴുതിയെന്നറിയില്ല. പിന്നെ ഈ മൊയ്സത്ത് പോലും കറാമത്തോടെ നിൽക്കട്ടെ, നബിമാർ ഉദ്ദേശിക്കുന്ന സമയത്ത്, നമ്മൾ മൊയ്സത്തിനെ പറ്റി പറയാം, നബിമാർ ഉദ്ദേശിക്കുന്ന സമയത്ത് അത് കൊണ്ടുവരാൻ കഴിയില്ല. അതിന്റെ കർത്താവ് അള്ളാഹുവാണ്. അവർ കൈക്ക്, അതായത് ഭൗതിക, നമുക്കിപ്പം സംസാരിക്കുന്ന തന്നെ അവരുടെ ഈ പിന്നെ ഭൗതിക ഇതിനപ്പുറം അവർ ഒരു മിനിറ്റ്. അപ്പൊ ഈ മുഅ്ജിസത്ത് എന്ന് പറഞ്ഞാൽ ഇപ്പോ അള്ളാന്റെ മുഅ്ജിസത്ത് എന്ന് പറയണ്ടേ, നബിന്റെ മുഅ്ജിസത്ത് എന്നാ പറയണ്ടേ? നബിക്ക് അള്ളാഹു കൊടുക്കുന്ന മുഅ്ജിസത്ത് അത്രയേ ഉള്ളൂ. ഇതിന്റെ കർത്താവാണല്ലോ. കർത്താവ് അള്ളാഹു ആവുമ്പോ പിന്നെ എങ്ങനെ മുഅ്ജിസത്തിന്റെ കർത്താവ് അള്ളാഹു ആവുമ്പോ പിന്നെ എങ്ങനെ നബിന്റെ മുഅ്ജിസത്ത് എന്ന് പറയാം? അല്ല, അള്ളാഹു നബിക്ക് വഴിക്ക് അവൻ നബിക്ക് കൊടുക്കുന്നതാണ്, ആ നബി പ്രകടിപ്പിക്കുകയാണ്. നബി ഉദ്ദേശിക്കുന്ന സമയത്ത് അത് കിട്ടില്ല. കാരണം പിന്നെ ഒരു കിട്ടുമല്ല എന്നുള്ളതല്ല. ഒരു ഉദാഹരണം ഞാൻ പറയട്ടെ, ഒരു ഉദാഹരണം. അതായത് പിന്നെ ഒരു മിനിറ്റ് ലാരിബുൻ അടിക്കുന്നവൻ, നാസിറുൻ സഹായിക്കുന്നവൻ, ഇതേപോലെ മുഅ്ജിസത്ത് ഉണ്ടാക്കുന്നവർ, പ്രകടിപ്പിക്കുന്നവർ എന്നാണ്. അപ്പൊ ഈ മുഅ്ജിസത്ത് പ്രകടിപ്പിക്കുക എന്നുള്ളതിന്റെ കർത്താവ് ആരാ? മുഅ്ജിസത്ത് എന്റെ വിശ്വാസപ്രകാരം അള്ളാഹുവിൽ നിന്നാണ്. എന്നാ പിന്നെ അള്ളാന്റെ മുഅ്ജിസത്ത് എന്നല്ലേ പറയുന്നത്? മുഴുവനാക്കട്ടെ. നമ്മൾ പല കാര്യങ്ങളും അള്ളാഹുന്റെ റസൂൽ എന്നല്ല നമ്മൾ പറയുന്നത്. റസൂൽ അള്ളാഹ് മറ്റുദാഹരണം നമ്മൾ ചർച്ച വേറെ. അപ്പൊ അതുകൊണ്ടല്ല നമ്മൾ വാക്കുകളെ പിടിച്ച് തൂങ്ങരുത്. അതായത് എനിക്ക് സംസാരിക്കാൻ കഴിയും, അതേമാതിരി അല്ല റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. കാരണം ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം. അത് സഹാബാക്കൾ എങ്ങനെ മനസ്സിലാക്കി എന്നുള്ളത്. ബദർ യുദ്ധത്തിലോ ഉഹദ് യുദ്ധത്തിലോ, യുദ്ധത്തിന് പേര് ഞാൻ മറന്നുപോയി. പിന്നെ റസൂൽ ഒരു സ്ഥലത്ത് തമ്പടിച്ചപ്പം പിന്നെ ഒരു സഹാബി ചോദിച്ചു, എന്റെ ഓർമ്മ ശരി, സൽമാൻ ഫാരിസി എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ, ഇവിടെ റസൂല് അള്ളാഹുവിന്റെ വഹി മുഖാന്തരാണോ പ്രകാരമാണോ ഇവിടെ തമ്പടിക്കുന്നത് എന്ന് പറഞ്ഞപ്പോൾ റസൂൽ പറഞ്ഞു അല്ല, എന്റെ സ്വന്തം അഭിപ്രായമാണ് എന്നാ അങ്ങോട്ട് മാറുകയായിരുന്നു. അപ്പൊ റസൂലിന് സ്വന്തം അഭിപ്രായം ഉണ്ടായിരുന്നു, അള്ളാഹുവിന് വഹി കിട്ടുന്നുണ്ട്, മുഅ്ജിസത്തുകൾ കിട്ടുന്നുണ്ട്, സാധാരണ ഉള്ള കഴിവുകളുണ്ട്, അപ്പുറമുള്ള കഴിവുണ്ട് എന്നൊക്കെ സഹാബാക്കൾ എങ്ങനെ റസൂല് മനസ്സിലാക്കിയത് അതേമാതിരി നമ്മൾ മനസ്സിലാക്കിയല്ലേ നല്ലത്. അതേപോലെ തന്നെയാണ്. അപ്പോ സഹാബത്ത് എങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മനസ്സിലാക്കി അതേപോലെ മനസ്സിലാക്കണം. ഇപ്പൊ ഒരു ഉദാഹരണം പറയാ, ഒരു സഹാബി കുതിരപ്പുറത്തുനിന്ന് വീഴുകയാണ്. അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കലേക്ക് പോയിട്ട് സഹായം ചോദിച്ചു. കാരണം നബി തങ്ങളിൽ നിന്ന് ഇതിൽ നിന്ന് ശിഫണ്ട് എന്ന് മനസ്സിലാക്കി. സഹീഹുൽ ബുഖാരിയാണ്, വളരെ വ്യക്തമാണ്. അതേപോലെ വേറെ സഹാബി അബൂ ഹുബൈറ റളിയല്ലാഹു അൻഹു ഭയങ്കര മറവിയാണ്. എന്താ ചെയ്തത്? ഉടൻ തന്നെ നബിയെ സമീപിച്ചു. സലമത്തുൽ അക്ബർ റളിയല്ലാഹു അൻഹു ഉഹദ് യുദ്ധം നടക്കുകയാണ്, കാലിന് മുറിവേറ്റു, സഹീഹുൽ ബുഖാരിയാണ്. എന്താ ചെയ്തത്? ഉടനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുത്ത് പോയിട്ട് ഊത്ത് വാങ്ങി. അങ്ങനെ തന്നെയാണ്. അപ്പൊ അദ്ദേഹം പറഞ്ഞ വളരെ കാര്യം സത്യം ആര് പറഞ്ഞാലും അംഗീകരിക്കണമല്ലോ. അപ്പൊ സഹാബത്തെ കിറാമ് എങ്ങനെയാണോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മനസ്സിലാക്കിയത് അതേപോലെ മനസ്സിലാക്കണം. എങ്ങനെ? വലൈസ ലനാ ഇല്ലാ ഇലൈക ഫിറാറുനാ വഅൈന ഫിറാറുൽ ഖൽഖി ഇല്ലാ ഇലർ റസൂലി. മൈക്കം ശരിയാക്കി കേട്ടോ. സഹാബത്തെ കിറാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ എങ്ങനെയാണ് മനസ്സിലാക്കിയത് എങ്കിൽ അതേപോലെയല്ലേ മനസ്സിലാക്കേണ്ടത്. സഹാബത്തിന് പ്രശ്നം വന്നാൽ എന്തായിരുന്നു സ്ഥിതി? നബി തങ്ങളെ സമീപിക്കലാ, അള്ളാഹുവിന്റെ റസൂലിനെ സമീപിക്കലായിരുന്നു. ഇത് സഹാബത്തിന്റെ മാത്രമല്ല, മുൻഗാമത്തുള്ള ആളുകളുടെയും. കാനത്തിൽ അംബിയാഉ തഫ്താനത്തിൽ ഉമമു തഫ്സഉ ഇലാ അംബിയാഇഹാ വൽ അംബിയാഉ യസ്അലൂന ലഹും ദാലിക. ജാമിഉ അഹ്കാമിൽ ഖുർആനിൽ വളരെ വ്യക്തമായി കാണാം. അപ്പൊ അങ്ങനെ മനസ്സിലാക്കണം. നേരത്തെ ഒരു ഇബാർത്ത് ചോദിച്ചിരുന്നല്ലോ, അതൊന്ന് വായിച്ചു കൊടുക്കട്ടെ കേട്ടോ. ഇമാം റാസി പറയുന്നു, ഈ പറയുന്ന എന്താണെന്ന് ആദ്യം ഞാൻ നിങ്ങൾക്ക് മനസ്സിലാക്കി തരാം. അറബി ഉദ്ധരണിയായതുകൊണ്ട് സാധാരണക്കാർക്ക് ചിലപ്പോൾ പ്രയാസം ഉണ്ടാവും. ഇന്നമാ വലിയക്കും തീർത്ത്, അപ്പൊ എന്റെ സഹായം ഞാൻ തന്നെയാണ് എന്ന് അർത്ഥം വരും. അങ്ങനെ അർത്ഥപ്പെടാൻ ഉദ്ദേശമല്ല. അതുകൊണ്ട് സഹായിക്കപ്പെടുന്നവരൊരു വിഭാഗമാണ്, സഹായിക്കുന്നവർ മറ്റൊരു വിഭാഗമാണ് എന്ന് ഇമാം റാസിയുടെ വ്യക്തമാക്കുന്നുണ്ട്. അപ്പൊ സഹായിക്കപ്പെടുന്നവരും സഹായിക്കുന്നവരും രണ്ട് വിഭാഗം ആളുകളാണ് എന്നാണ് പറയുന്നത്. ഞാൻ വായിക്കാം. അതാണ് വബയാനുഹു അന്നഹു തആല ഖസ്സമൽ മുഅ്മിനീന, സത്യവിശ്വാസികളെ അല്ലാഹു തആല ഓഹരി വെച്ചു. കിസ്മൈനി, രണ്ട് വിഭാഗമാക്കിയിട്ടുണ്ട് ഇവിടെ. അഹദുഹുമ, രണ്ടിൽ ഒന്ന്, അല്ലദീന ജഅലഹും മൂലയൻ അലൈഹിം, അവർ സഹായം കിട്ടുന്നവരാണ്. വഹുമുൽ മുഖാത്തബൂന ബിഖൗലിഹി, അവരാണ് അല്ലാഹു തആല അഭിമുഖമിട്ട് പറഞ്ഞത് ഇന്നമാ വലിയുക്കുമുല്ലാഹു, തീർച്ചയായും നിങ്ങളുടെ സഹായി എന്ന് പറഞ്ഞത്. ഇവർ സഹായം കിട്ടേണ്ടവരാണ്, സഹായിക്കുന്നവരല്ല. വസ്സാനി, രണ്ടാമത്തേത് സഹായിക്കുന്നവർ അൽ ഔലിയാഉ, അവർ ഔലിയാക്കളാണ്.
വഹുമുൽ മൂമിനൂന, അവരെയാണ് അല്ലാഹു തആല പറഞ്ഞത്. വഹുമുൽ മൂമിനൂന അല്ലദീന യുഖീമൂനസ് സ്വലാത്ത വയൂതൂനസ് സകാത്ത വഹും റാക്കിഊൻ, ഇവരാണ് ഔലിയാക്കൾ. അപ്പൊ ഔലിയാക്കൾ നിങ്ങളെ സഹായിക്കും എന്നാണ് ഈ പറഞ്ഞതിന്റെ അർത്ഥമെന്ന് ഈ ആയത്തിന്റെ തഫ്സീറിൽ ഇമാം റാസി രേഖപ്പെടുത്തിയിട്ടുണ്ട്. നിങ്ങൾക്ക് പോയി റാസി എടുത്തു നോക്കിയാൽ ഈ ഭാഗത്ത് കാണാവുന്നതാണ്. ഞാൻ റാസിയിൽ നിന്ന് എഴുതിയതാണ്. അപ്പൊ സഹായിക്കുന്നവര് ഔലിയാക്കളാണ്, മറ്റേ സഹായം കിട്ടുന്നവരുമാണ്. അപ്പൊ സത്യവിശ്വാസികളെ ഔലിയാക്കൾ സഹായിക്കും എന്നാണ് ഈ ആയത്തിൽ പറഞ്ഞത്. അല്ലെങ്കിൽ എന്നെ ഞാൻ തന്നെ സഹായിക്കും എന്നാവും അർത്ഥം. അതിവിടെ ഉദ്ദേശം ഇല്ല. നമ്മൾ അന്യോന്യം സഹായിക്കും. മുസ്ലിങ്ങൾ അന്യോന്യം സഹായിക്കുന്ന നിങ്ങൾ പറയും ഞാൻ എന്നെ സഹായിക്കല്ല, ഞാൻ നിങ്ങളെ സഹായിക്കും, നിങ്ങളെന്നെ സഹായിക്കുക. അത് നമ്മൾ സഹായിക്കണം എന്ന് പറയാം. ഓരോരുത്തരും സഹായിക്കലാണ്. നമ്മളിപ്പം അത് വലിയ തെറ്റൊന്നുമില്ല. കാരണം നമ്മളിപ്പോ സത്യത്തിൽ കൂടെ നടന്നാൽ നമ്മളെ സഹായിക്കല്ലേ, നമ്മൾ നരകത്തേക്ക് പോലെ. അപ്പൊ അത് വാചക കസർത്താണ് എന്റെ വിനീതമായ അഭിപ്രായം. ഞാൻ ഇമാം റാസി പറഞ്ഞതാണ്. അതെ, അത് അതോട് നോക്കി ഞാൻ വായിച്ചു തീർന്നിട്ടില്ല. അത് സഹായിക്കുന്ന ഒരാൾക്കാര് അല്ല, നിങ്ങളെ തന്നെ സഹായിക്കാന്നല്ല, നിങ്ങൾ എന്നെ സഹായിക്കാം, ഞാൻ നിങ്ങളെയും സഹായിക്കാം. പിന്നെ അത് പോട്ടെ. പിന്നെ ഈ പോട്ടേന്നല്ല, അതാ ഇമാം റാസി. ഞാൻ മറ്റൊരു വിഷയം പറയാണ്. ഞാൻ ഇമാം റാസി പറഞ്ഞത് അല്ല, അതുപോലെ അല്ലെ സഹായിക്കുന്ന ഔലിയാക്കളാന്ന് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ എന്നാ മൂപ്പര് പറഞ്ഞിട്ടുണ്ട്. ഇമാം റാസി പറഞ്ഞിട്ടുണ്ട് ഔലിയാവുന്ന ഈ വാർത്ത വായിക്കും ചെയ്യും. അല്ല, എന്റെ വിനീതമായ അഭിപ്രായത്തില് എല്ലാ മുസ്ലിങ്ങളും ശിർക്ക് ചെയ്യാത്ത എല്ലാ മുസ്ലിങ്ങളും ഔലിയാക്കളാണ്. ആ ദറജ വ്യത്യാസം ഉണ്ടാവുന്നുള്ളൂ. ഉലായിക്കൽ മുത്തഖൂൻ, അതായത് ആരെങ്കിലും ഒരാളല്ല ശിർക്ക് ചെയ്യാത്ത ഏത് മുസ്ലിമും ഔലിയാണ്, അള്ളാന്റെ വലിയാണ്. പക്ഷെ ആ ദറജ വ്യത്യാസം ഉണ്ടാവും. അബൂബക്കറിന്റെ അല്ലെ മറിയം ബീവിന്റെ ദറജ നമുക്ക് ഉണ്ടാവില്ല. ദറജ വ്യത്യാസം ചിലരിൽ നിന്ന് അമാനുഷിക സംഭവങ്ങളൊക്കെ ഉണ്ടാവും, നമ്മളിൽ നിന്ന് ഉണ്ടാവില്ല. അതിനെ വ്യത്യാസം അമാനുഷമ അള്ളാഹു ഉദ്ദേശിക്കുന്ന സമയത്ത് ഉദ്ദേശിക്കുന്ന മാത്രയിൽ നിങ്ങൾക്കറിയാലോ മൂസാ നബി ഉണ്ടാവില്ല നിങ്ങൾ പറയുന്നത്. അല്ല, മൂസാ നബി എന്താ പറഞ്ഞത്? പിന്നെ നിങ്ങളെ അഭിപ്രായം എങ്ങനെ പറയണതോ തെളിവിന്റെ ഖിളർ നബി ഖുർആനെ പറഞ്ഞത്. ഖിളർ നബിനോട് എന്ന് പറയുന്ന ഖിളർ നബിയോട് സൂറത്തുൽ അഹ്ഖാഫ് പറയുന്നത് ഞാൻ വിശദീകരിക്കാം. എനിക്ക് ചില വിവരങ്ങളുണ്ട്. നിങ്ങൾ പറഞ്ഞില്ല അല്ലാഹത്തിൽ ഇപ്പൊ ഉദ്ദേശിക്കുമ്പോ ഉണ്ടാവില്ല എന്നല്ലേ? അമ്പിയാക്കൾക്കും അവരുടെ സമയത്തല്ല, അള്ളാഹു ഉദ്ദേശ സമയത്ത്. അതെ, അതല്ല നിങ്ങൾ പറയുന്ന അല്ലാഹത്തിൽ അല്ലേ? അല്ല, മൈക്കാണെങ്കിൽ മുപ്പര് പിടിച്ചോട്ടെ. എന്താ മൈക്ക? അല്ല, അവരുടെ ഉദ്ദേശം അള്ളാഹു ഉദ്ദേശ സമയത്ത് അവർ ആഗ്രഹിക്കുന്ന സമയത്ത് ഉണ്ടാവാം, ഇല്ലാതിരിക്കാം. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആഗ്രഹിക്കുന്ന സമയത്ത് പിന്നെ വഹി ഇറങ്ങിയിട്ടില്ല. 1 മാസം 2 മാസമൊക്കെ ആണ്. മത്താ നസ്റുല്ലാ എന്ന് പറഞ്ഞില്ല. ഇനി എപ്പോഴാണ് അല്ലാഹുവിന്റെ സഹായം ചോദിച്ചില്ല. നിങ്ങളെ ചോദ്യം എനിക്ക് മനസ്സിലായി. ഞാൻ മറുപടി പറയാൻ നിങ്ങളൊന്ന് കേൾക്കാൻ വേണ്ടി ഇരിക്കും. നിങ്ങൾ പറയുന്ന ഞാൻ പറയാം. നിങ്ങൾ പറഞ്ഞ എനിക്ക് ശരിക്കും മനസ്സിലാക്കണം. അതായത് അമ്പിയാക്കൾ ഉദ്ദേശിക്കുമ്പോൾ മൊയ്സത്തും ഉണ്ടാവില്ല, ഔലിയാക്കൾ ഉദ്ദേശിക്കുമ്പോൾ കറാമത്തും ഉണ്ടാവില്ല, അള്ളാഹ് ഉദ്ദേശിക്കുമ്പോഴേ ഉണ്ടാവുള്ളൂ. അതല്ലേ നിങ്ങൾ പറഞ്ഞ്? ഓക്കെ, എന്നാ അതല്ല ശരിയെന്നാണ്. നിങ്ങൾ ഏത് പ്രസ്ഥാനത്തിൽപ്പെട്ട ആളാന്ന് എനിക്കറിയില്ല. മുസ്ലിമാണ്, മുസ്ലിമാണ്. അത് മുജാഹിദ് ഇതിൽപ്പെട്ട ആളാണോ? ശിർക്ക് ചെയ്യലില്ല, അത്രേ ഉള്ളൂ. അപ്പൊ മുജാഹിദാന്ന് മനസ്സിലായി. കാരണം നമ്മൾ ശിർക്ക് ചെയ്യലുണ്ട്. എന്നാ കേട്ടോളിയും. ഇസ്ലാഹി പ്രസ്ഥാന ചരിത്രത്തിന് ആമുഖം എന്ന് മുജാഹിദ് സെന്റർ കോഴിക്കോട് 2 നിന്ന് പ്രസിദ്ധീകരിച്ച പുസ്തകമാണ്. ഈ പുസ്തകത്തിൽ എന്താ പറയുന്നത്? ഇതിലെ നേതാവിനെ പരിചയപ്പെടുത്തുന്നത് കേട്ടോളി. നിങ്ങളെ നേതാവാണ്, അല്ല നിങ്ങൾ പറയില്ല. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ എന്ന് പറഞ്ഞ് ഈ പുസ്തകത്തിൽ പറയുന്നു. അത് ഞാൻ ആദ്യം ഒന്ന് വായിക്കാം, എന്നിട്ട് ഇബ്നു തൈമിയ്യ ഈ വിഷയത്തിൽ പറഞ്ഞ വിഷയവും വായിക്കാം. അപ്പൊ അവരെ നേതാക്കന്മാരൊക്കെ എന്തിന്റെ ഈ വിഷയത്തിൽ പറഞ്ഞത് നമുക്ക് കിട്ടുമല്ലോ. അവരൊക്കെ ആദ്യത്തെ ദിവസം മനസ്സിലായവരല്ലാന്ന് പിന്നെ അല്ലെങ്കിൽ ഇവർ പറയേണ്ടി വരും. എന്നാ പിന്നെ അവരെ നേതാക്കന്മാരാക്കണതിലോട്ട് അർത്ഥമല്ല. ഏതായാലും കേട്ടോളി. ഇതിന് തുടക്കം കുറിച്ചത്, ഇതിനാണ് ഇസ്ലാഹി പ്രസ്ഥാനത്തിന് തുടക്കം കുറിച്ചത് ഹിജറ 661 ഭൂജാതനായ പ്രശസ്ത പണ്ഡിതനും ചിന്താമണ്ഡലത്തിൽ വമ്പിച്ച കോളിളക്കം സൃഷ്ടിച്ച വിപ്ലവനായകനുമായ ഇബ്നു തൈമിയ്യയാണ് ഇസ്ലാഹി പ്രസ്ഥാനത്തിന് തുടക്കം കുറിച്ചത്. അയാൾ എന്നെ അമ്പിയാക്കളോട് സഹായം തേടാൻ പാടില്ലെന്ന് ആദ്യം പറഞ്ഞതും അന്നെ ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ തുടക്കം. അതെന്നെ ശിർക്ക് ചെയ്യലില്ല എന്ന് മൂപ്പരും പറഞ്ഞു. എന്തോ ആകട്ടെ. ഇമാം ഷാഫിഈയെയും അബൂ ഹനീഫയെയും കവച്ചുവെക്കുന്ന സ്ഥാനമാണ് ഇബ്നു തൈമിയ്യക്ക് പൂർവികരായ പണ്ഡിതന്മാർ കൽപ്പിച്ചിരുന്നത്. അത്ര വലിയ പണ്ഡിതനാ. ഷാഫി ഇമാമിന്റെ ഒക്കെ മേലുള്ള ആളാ. എന്തോ ആകട്ടെ. പ്രഗത്ഭനായ ചിന്തകൻ, നിപുണനായ ഗ്രന്ഥകാരൻ, ഉജ്ജ്വലനായ വാഗ്മി, അഗാധതയിലേക്ക് കണ്ടിറങ്ങിയ ഗവേഷകൻ, പൂർവീകരുടെ വിജ്ഞാനങ്ങൾ മുഴുവനും സമാഹരിച്ച സർവവിജ്ഞാന കോശം എന്നീ നിലകളിലെല്ലാം പ്രസിദ്ധി നേടിയ ഇബ്നു തൈമിയ്യ പേന കൊണ്ടെന്ന പോലെ വാളുകൊണ്ടും ശത്രുക്കളുമായി പടപൊരുതിയ ധീരയോദ്ധാവായിരുന്നു. അപ്പൊ സർവവിജ്ഞാന കോശാണിപ്പോ ഇബ്നു തൈമിയ്യ എന്നാണ് ഇസ്ലാഹി പ്രസ്ഥാന ചരിത്രത്തിന് ആമുഖം എന്ന ഈ പുസ്തകത്തിൽ മുജാഹിദ് സെന്റർ കോഴിക്കോട് 2 നിന്ന് പ്രസിദ്ധീകരിച്ച ഈ പുസ്തകത്തിൽ പറഞ്ഞത്.
ആ ഇബ്നു തൈമിയ്യന്റെ കിതാബാണ് എന്റെ കയ്യിലുള്ളത്, അൽ ഫുർഖാൻ ബൈന ഔലിയായ റഹ്മാനി വ ഔലിയായ ശൈത്താൻ എന്നാണ് ഈ പുസ്തകത്തിന്റെ പേര്. ആ പുസ്തകത്തിന്റെ 69ാമത്തെ പേജിൽ മൂപ്പര് പറഞ്ഞതിനെ ഇബ്നു തൈമിയ്യ ഗണ്ണിച്ചിരിക്കണ്. വിശ്വവിജ്ഞാന കോശം ഗണ്ണിച്ചിട്ടുണ്ട്. മൂപ്പർക്ക് ഇനി ഖുർആനും സുന്നത്തും അറിയില്ല എന്ന് പറയുന്നത് നമുക്കറിയില്ല. എന്നാ പിന്നെ അവരെ പ്രസ്ഥാനത്ത് നിന്ന് ഒഴിയാണ് വേണ്ടത്. കേട്ടോളി. മിമ്മ യംബഗി, അത്യാവശ്യമാണ്, ആവശ്യവും കൂടിയല്ല, അത്യാവശ്യമാണ്. അയ്യൊറഫ, അറിഞ്ഞേ പറ്റൂ. എന്ത്? അന്നൽ കറാമാത്തി, കറാമത്തുകൾ കത്തക്കൂനു, അത് ഉണ്ടാകും ബിഹസ്ബി ഹാജത്തിർ റജുലി, ഒരാൾ ഉദ്ദേശിക്കുമ്പോ അയാൾ ആവശ്യത്തിനനുസരിച്ച് കറാമത്തുണ്ടാവും. കറാമത്ത് എന്ന് പറഞ്ഞാൽ അപ്പൊ എന്നെ ബഹുമാനിച്ച് നാറമാശി പറഞ്ഞാല് എന്നെ ആദരിച്ച് എനിക്ക് അള്ള തരുന്ന ഒന്നാണ് കറാമത്ത് പറഞ്ഞത്. അത് ഞാൻ ഉദ്ദേശിക്കുമ്പോ ഉണ്ടാവില്ലെങ്കിൽ ആ ജാതിന്റെ ആദരവിന്റെ എന്താ ആവശ്യമുള്ളു? എപ്പോഴെങ്കിലും കൊഴിഞ്ഞാടിയത് നമ്മൾ ഉദ്ദേശിക്കൊന്നും ഉണ്ടാവില്ല. ഈ ജാതി ആദരവിന്റെ വല്ല ആവശ്യമുണ്ടോ? നമ്മൾ ആ നിലക്കൊന്ന് ചിന്തിച്ചു നോക്കുക. ഇബ്നു തൈമിയ്യ പറയുന്നത് ഉണ്ടാവുന്ന കറാമത്തിലേക്ക് ആവശ്യമായാൽ അള്ളഈഫുൽ ഈമാൻ, ദുർബല വിശ്വാസി, അവിൽ മുഹ്താജു, അല്ലെങ്കിൽ വേറെയുള്ള സഹായവും കിട്ടേണ്ട ആൾ ആവശ്യമായാൽ അത്താഹു മിൻഹ, ഈ കറാമത്തിൽ നിന്ന് അവൻ കൊണ്ടുവരും മായുഖവ്വി ഈമാനഹു, ഇവന്റെ ഈമാൻ ശക്തിപ്പെടുത്തുന്ന ഒന്നിനെ, വയസുദ്ദു ഹാജതഹു, ഇവന്റെ ആവശ്യത്തിന് വീട്ടാൻ ആവശ്യമായ കറാമത്ത് ഉദ്ദേശിക്കുന്ന സമയത്ത് ഔലിയാക്കൾ കൊണ്ടുവരും എന്നാണ് ഇബ്നു തൈമിയ്യ പറയുന്നത്. എന്നിട്ട് പറയുന്നു വയകൂനു മൻ ഹുവ അക്മലു വിലായത്തൻ ലില്ലാഹി മിൻഹു മുസ്തഗ്നിയൻ അൻ ദാലിക ഫലാ യതീഹി മിസ്ലു ദാലിക ലിഉലുവി ദറജതിഹി വഗിനാഉ അൻഹാ ലാ ലിനഖ്സി വിലായതിഹി. അതേ സമയത്ത് കറാമത്തുകൾ പ്രകടമാകാത്ത, കറാമത്തുകൾ കാണിക്കാത്ത ധാരാളം ഔലിയാക്കൾ ഉണ്ടാകും. അത് അവർ മോശക്കാരായതുകൊണ്ടല്ല, ആവശ്യമില്ലാത്തത് കൊണ്ടാണ്. ലാലിനക്സി വിലായത്തിഹി, വിലായത്ത് കുറഞ്ഞത് കൊണ്ടല്ല. വലിഹാദ, ഇക്കാരണം കൊണ്ടാണ് കാനത്ത് ഹാദിയിൽ ഉമൂറു, ഈ കാര്യങ്ങളൊക്കെ ഫിത്താബിഈന, താബിഈങ്ങളിൽ അക്സറ മിന്നാ ഫി സ്വഹാബത്തി, സ്വഹാബത്തൊക്കെ അല്ലാഹുവിന്റെ ഔലിയാക്കളാണ്. ഈ സഹാബത്തിൽ നിന്ന് കറാമത്ത് പ്രകടമായതിനേക്കാൾ കൂടുതൽ കറാമത്തുകൾ പ്രകടമായത് പിൽക്കാലക്കാരായ താബിഈങ്ങളിൽ നിന്നാണ്. അതിനെന്താ കാരണം? സഹാബത്ത് മോശമായത് കൊണ്ടാണോ? അല്ല. അവർക്ക് കറാമത്ത് വെളിവായി ഈമാനിന് ശക്തി കിട്ടാനോ മറ്റാവശ്യങ്ങൾ നിറവേറ്റാനോ അവർക്ക് അന്ന് ആവശ്യമില്ല. റസൂല് കൂടണ്ട്, അപ്പൊ മുഅ്ജിസത്ത് കൊണ്ട് തന്നെ കിട്ടുന്നുണ്ട്. അപ്പൊ പിന്നെ കറാമത്തിന്റെ ആവശ്യം അവിടെ അല്ല. അതേ സമയത്ത് പിൽക്കാലത്ത് അങ്ങനെയല്ല. ദുർബല വിശ്വാസികൾ ഈമാനൊക്കെ കുറഞ്ഞു വന്ന് അപ്പൊ ഒരു മഹാനിൽ നിന്നൊരു കറാമത്ത് കാണുമ്പോൾ വിശ്വാസം വർദ്ധിക്കാനും ഇതൊക്കെ കാരണമായതുകൊണ്ട് സഹാബത്തിൽ കറാമത്ത് പ്രകടമാകുന്നതിനേക്കാൾ കൂടുതൽ പ്രകടമായത് താബിഈങ്ങളിലാണെന്നാ ഇബ്നു തൈമിയ്യ പറയുന്നത്, നമ്മളല്ല. ബിഖിലാഫി മൻ തജ്രി അലാ യദൈഹിൽ ഖവാരിഖു ലിഹുദൽ ഖൽഖി, സൃഷ്ടികളെ സന്മാർഗത്തിലേക്ക് നയിക്കാനും വലിഹാജത്തിഹിം, അവരാവശ്യങ്ങൾ വീട്ടിക്കൊടുക്കാനും അസാധാരണ സംഭവങ്ങൾ വെളിവാകുന്നവർക്ക് ഇതിൽ നിന്ന് മാറ്റി നിർത്തണം. ഫഹാഉലായി അഅ്ളമു ദറജതൻ, ഇവർ ഏറ്റവും ഉന്നത പദവിയിൽ ഉള്ളവരാകുന്നു എന്ന് ഇബ്നു തൈമിയ്യ അൽ ഫുർഖാൻ ബൈന ഔലിയായ റഹ്മാനി വ ഔലിയായ ശൈത്താൻ എന്ന ഗ്രന്ഥത്തിൽ വളരെ വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇത് തന്നെ മഹാനായ ഇമാം റംലി റഹ്മഹുല്ല അദ്ദേഹത്തിന്റെ ഫതാവർ റംലിയിലും രേഖപ്പെടുത്തിയിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ വായിച്ചു തരാം. അതിന് ചോദിച്ചോളി. അപ്പൊ ഇബ്നു തൈമിയ്യ പറഞ്ഞിട്ടുണ്ട്, ഏത് ഔലിയാക്കൾ ഉദ്ദേശിക്കുന്ന സമയത്ത് കറാമത്തുണ്ടാകുമെന്ന് ഇബ്നു തൈമിയ്യ അദ്ദേഹത്തിന്റെ അൽ ഫുർഖാൻ എന്ന ഗ്രന്ഥത്തിൽ പറഞ്ഞിട്ടുണ്ട്. അയാൾ വലിയ പണ്ഡിതനാണ് എന്ന് ഇസ്ലാഹി പ്രസ്ഥാന ചരിത്രത്തിന് ആമുഖം എന്ന പുസ്തകത്തിൽ മുജാഹിദുകൾ എഴുതുകയും ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ഏതാ വകുപ്പ് എന്ന് എനിക്കറിയാം. ഇബ്നു തൈമിയ്യ ഇസ്തിഗാസനെ എതിർത്തത് അതിന് മുമ്പ് ഇതൊരു തർക്കല്ലായിരുന്നു. റസൂല സഹാബത്ത പിന്നെ താബികളോ 3 നൂറ്റാണ്ടുള്ള ആൾക്കാരൊന്നും ഇസ്തിഗാസ ചെയ്തിട്ടില്ല. ആര് പറഞ്ഞു ഇസ്തിഗാസ ചെയ്തിട്ടില്ല? ചെയ്തില്ല എന്റെ വിശ്വാസം. നിങ്ങളെ വിശ്വാസമാണ് അത് തെറ്റാണെന്ന സ്വാതന്ത്ര്യം നിങ്ങൾക്ക് ഉണ്ട്. അത് തെളിവാണെന്നും ഞാൻ എനിക്ക് ആ തെളിവ് സ്വീകാര്യം അല്ലാതിരിക്കാനുള്ള സ്വാതന്ത്ര്യം എനിക്കുണ്ട്. എന്താവട്ടെ, പിന്നെ കുറെ കഴിഞ്ഞതിന്റെ ശേഷമാണ് ഇങ്ങനെയാണെന്ന് പറയുന്ന സ്വാതന്ത്ര്യം നിങ്ങൾക്കുണ്ട്. പിന്നെ അംഗീകരിക്കാനുള്ള അവകാശം അതുപോലെ അർഹതയും കാണിക്കലാണ് ഏറ്റവും നല്ലത്. അതൊക്കെ ശരിയാണ്, അതൊക്കെ നല്ല ശരിയാണ്, അതൊക്കെ. പിന്നെ അള്ളാഹു നമ്മൾക്കെതിരിൽ നമുക്കിടയിൽ അള്ളാഹു വിധി പറയട്ടെ. ഞാനിപ്പോ പറയുന്നത് ശിർക്കാണെന്ന് നിങ്ങൾ പറയുന്നത്. നിങ്ങൾ ഓരോന്ന് പറയും. അല്ല, ഞാൻ പറയുന്നു 3 നൂറ്റാണ്ടിലുള്ള ഒരാളും ഇസ്തിഗാസ ചെയ്തിട്ടില്ല എന്ന് നിങ്ങൾ പറഞ്ഞു. ഇസ്തിഗാസ ഞാൻ തെളിവ് സഹിതം പറഞ്ഞുതരാം, ഒന്ന് കേൾക്കുക. എന്നിട്ട് അടുത്ത ചോദിക്കും. അത്തബിന്റെ കഥ ഞങ്ങൾ പറയാൻ അത്തബി എന്നല്ല ഞാൻ പറയുന്നത്. നിങ്ങൾ തന്നെ ഓരോന്ന് സങ്കല്പിച്ചിട്ട് പോന്നാ പിന്നെ എങ്ങനെ ശരിയാവും? മൂപ്പര അഭിപ്രായം എങ്ങനെ പറയാനേത്?
എന്തെങ്കിലും ഓരോ വ്യക്തികളുടെ അഭിപ്രായം പറയാന്നുള്ള അല്ല ദീന്. അതിനാണ് ഞാൻ വിഷയാവതരണത്തിൽ പറഞ്ഞത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സ്വഹാബത്തും പഠിപ്പിച്ച ഒരാശയം അതാ ദീനെന്നുള്ളത്. ഓരോ വ്യക്തികളുടെ അഭിപ്രായങ്ങളല്ല ദീന്. നേരത്തെ ഞാൻ പറഞ്ഞു, ബിലാൽ ഇബ്നുൽ ഹാരിസ് എന്ന സ്വഹാബി ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ ഭരണകാലത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഖബറിൽ വന്ന് ഇസ്തസ്കിലി ഉമ്മത്തിക ഫഇന്നഹും ഖദ് ഹലകൂ, നബിയെ ഞങ്ങൾക്കൊന്നും മഴ വാങ്ങി തരണം എന്ന് ഖബറിൽ വന്ന് പറഞ്ഞു. ഈ സംഭവം സ്വഹീയാണെന്ന് ഇബ്നു കസീർ അദ്ദേഹത്തിന്റെ അൽ ബിദായ വൻ നിഹായ എന്ന ഗ്രന്ഥത്തിലും ഹാഫിദ് ഇബ്നു ഹജറുൽ അസ്കലാനി ഫത്ഹുൽ ബാരിയിലും ഇബ്നു ഹജറുൽ ഹൈതമി റഹ്മഹുല്ലാ ജൗഹറുൽ മുനല്ലമിലും ഒക്കെ പറഞ്ഞിട്ടുണ്ട്. ഉമർ ഇബ്നുൽ ഖത്താബിന്റെ ഭരണം 3 നൂറ്റാണ്ടിന്റെ ഉള്ളിൽ തന്നെയല്ലേ. അപ്പൊ ഈ സംഭവത്തിനെ കുറിച്ച് നിങ്ങളെ വ്യക്തിപരമായ ഇതിപ്പോ കിതാബിലൊക്കെ ഉള്ള ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് വന്നു നോക്കാം. നിങ്ങൾക്ക് കിതാബ് തിരിയെങ്കിലും വന്നു നോക്കാം. ഇത് 1-ാം നൂറ്റാണ്ടിൽ നടന്ന ഒരു സംഭവമാണ്. ഇതിനെ കുറിച്ച് എന്താ പറയാനുള്ളത്? പിന്നെ ഉമർ ഖത്താബ് ഇസ്ലാം ആശ്വസിച്ച അന്ന് മുതലുള്ള എല്ലാ ചരിത്രങ്ങളും എഴുതപ്പെട്ടിട്ടുണ്ട്. അന്ന് മുതൽ ഉമർ ഖത്താബിന്റെ മരണം വരെയുള്ള സംഗതികൾ എഴുതിയിട്ടുണ്ട്. അതിൽ ഒരു പ്രാവശ്യമെങ്കിലും ഉമർ ഖത്താബ് റസൂലിനോട് ഇസ്തിഹാസ നടത്തിയതായിട്ട് തെളിയിക്കാൻ പറ്റുമോ? പിന്നെ ഈ അത്തബിന്റെ ഈ കഥ ഈ നിങ്ങൾ ചോദ്യം മാറ്റേണ്ടി സാഹിബ്, ഇതിനെ പറ്റി നിങ്ങൾക്ക് എന്താ പറയാ? ഞാൻ പറഞ്ഞറിയോ, ഒരാൾ നടത്തുന്നതും നടത്തിയത് അംഗീകരിക്കുന്നതും ഫലത്തിൽ തുല്യം. ഞാൻ പറയട്ടെ, ഈ നടത്തിയത് ചോദ്യം ഞാൻ പറയട്ടെ. നിങ്ങൾ പറയുന്ന അത്തബിന്റെ ഈ കഥ ശരിയാണെങ്കിൽ പറഞ്ഞേ, നിങ്ങൾ പറഞ്ഞു, നിങ്ങൾ സഹാബിന്റെ പേര് പറഞ്ഞ് അധിക കിതാബുകളും ഖാൻ റജുലുന. ഒരു മനുഷ്യൻ വന്ന് ഇങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞ അതിന്റെ ശേഷം ഉമർ ഖത്താബ് മനസ്സിലാക്കി ഇതുവരെ ഞാൻ ഇസ്തിഹാസ ചെയ്ത തെറ്റായി പോയി. ഉമർ റസൂലിനോട് ഇനി ഇവിടുന്ന് അങ്ങോട്ട് ഇസ്തിഹാസ ചെയ്തതായിട്ട് ഉമർ ഖത്താബിന്റെ ചരിത്രം 1 ഇഞ്ച് ഒരു സംഭവം വിടാതെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. 4 ഖുലഫാഉർ റാഷിദീങ്ങളുടെ ചരിത്രം നിങ്ങൾ പ്രസംഗിക്കല്. നിങ്ങൾക്ക് ഞാനൊന്ന് പറയാം, നിങ്ങൾ ഓരോന്ന് പറയും. ഞാൻ എന്റെ ചോദ്യം ഇതാണ്. 4 ഖുലഫാഉർ റാഷിദീകള് അബൂബക്കർ, ഉമർ, ഉസ്മാൻ, അലി റളിയല്ലാഹു അൻഹും അജ്മഈൻ, അതൊക്കെ അപ്പൊ ഇവരൊക്കെ അള്ളാഹു അവർക്കൊക്കെ പിന്നെ അവരിൽ ആരെങ്കിലും ഒരാള് ഇസ്തിഹാസ് ചെയ്തതായിട്ട് പ്രത്യേകിച്ച് ഈ അത്തബിന്റെ അടുത്ത് തെളിവും കിട്ടി. ഈ തെളിവിന്റെ ശേഷമെങ്കിലും ഉമർ ഖത്താബ്, കാരണം എന്റെ ഭാഗത്തുള്ള തെളിവ് എന്താ അറിയോ, റസൂലുള്ളാഹി മരിച്ചിട്ടില്ല. റസൂലുള്ളാഹി മരിച്ചു കിടക്കുമ്പോ ആരെ ഖലീഫ ആവേണ്ടിയെന്ന് ഇവിടെ തർക്കാണ്. ഒന്ന് ചോദിച്ചാൽ മതി. റസൂൽ വിരലനക്ക് എന്നാളായി പ്രശ്നം തീർന്നില്ലേ? നിങ്ങൾ ഓരോന്ന് ചോദിക്കും, നിങ്ങൾ ഓരോന്നിന്റെ മറുപടി ഞാൻ പറഞ്ഞുതരാന്നില്ലേ അല്ലേ? അപ്പൊ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ ഭരണകാലത്ത് ആരോ അല്ല പോയത്, ബിലാൽ ഇബ്നുൽ ഹാരിസ് എന്ന സഹാബിയാണ് പോയതെന്ന് ഹാഫിദ് ഇബ്നു ഹജറുൽ അസ്കലാനി ഫത്ഹുൽ ബാരിയുടെ 3-ാം വാള്യം കിതാബുൽ ഇസ്തിസ്ഖാ രേഖപ്പെടുത്തിയിട്ടുണ്ട് ആ റജുൽ ആരാണെന്ന്. അപ്പൊ ഞാനോ അല്ല പോയത്, സഹാബിയാണ്. അപ്പൊ ഈ സ്വഹാബി പോയി ഇസ്തിഹാസ നടത്തിയത് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കൽ വന്ന് പറഞ്ഞപ്പോൾ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളെ അംഗീകരിച്ചു. ഇസ്തിഹാസ നടത്തുന്നതും നടത്തുന്നതിനെ അംഗീകരിക്കുന്നതും ഫലത്തിൽ തുല്യമാണ്. അപ്പൊ ഇസ്തിഹാസ അംഗീകരിച്ചു. ഇനി മാത്രമല്ല, ഇനി എന്താ ഉണ്ടായെന്ന് നിങ്ങൾ പറയും. ഞാൻ വിശദമായിട്ട് പറഞ്ഞത്, എനിക്ക് നിങ്ങൾ എണീക്കാനായിട്ടില്ല, എന്റെ പറഞ്ഞു കഴിഞ്ഞിട്ടില്ല. ആയിക്കോ. ഇവിടെ ഈ സംഭവത്തിലുള്ള അലൈക ബിൽ കയ്യിസ് എന്ന് പറഞ്ഞു റസൂലുള്ളാഹ്. അതായത് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു വഫാത്തിന് ശേഷം റസൂലുള്ളാഹി ഒരു നിർദ്ദേശം നൽകി. ഇനി ഖലീഫ എന്തേ നിർദ്ദേശം നൽകിയെന്ന് നിങ്ങൾ ചോദ്യം ഉണ്ട്. അതിന് ന്യായമായ മറുപടി ഞാൻ പറയും. അതിന്റെ മുദ്ദൊന്ന് പറയട്ടെ. എന്താ ഇവിടെ ഉണ്ടായത് എന്താണെന്നറിയോ? ഈ മഴ ഇല്ലാതെ ബുദ്ധിമുട്ടുന്ന സമയത്ത് സാധാരണ നിരക്കുള്ള ഒരു സ്വഭാവം ഏത്? ഇസ്തിസ്ഖാ, സ്വലാത്തുൽ ഇസ്തിസ്ഖാ നടത്തുക എന്നുള്ള അത് ഇസ്ലാമിലുള്ള നിയമമാണ്. പക്ഷെ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു മറ്റു ചില വിഷയങ്ങളിൽ മുഴുകിയത് കൊണ്ട് ഈ വിഷയം ശ്രദ്ധിക്കാൻ കഴിഞ്ഞിരുന്നില്ല. അതുകൊണ്ട് മഴയെ തേടേണ്ട സമയമായിട്ടും മഴയെ തേടുക എന്നുള്ളത് ഉണ്ടായില്ല. അപ്പോഴാണ് ഈ ബിലാൽ ഇബ്നുൽ ഹാരിസ് എന്ന സഹാബി ഉമർ ഇബ്നുൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖബറിന്റെ അടുത്തേക്ക് പോയത്. അങ്ങനെ ഖബറിന്റെ അടുത്തേക്ക് പോയപ്പോൾ റസൂലുള്ള നിർദ്ദേശം കൊടുത്തു. എന്ത്? ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളോട് പോയിട്ടൊന്ന് കടുപ്പം കുറച്ച് വരിക്കാൻ പറയണം. എന്താ ഈ കടുപ്പം കുറക്കണം എന്ന് പറഞ്ഞ് മഴ തേടുന്ന സമയമായിട്ടും തേടാത്തതാണ് പറഞ്ഞത്. അപ്പോൾ മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനെയും കൂട്ടി സ്വലാത്തുൽ ഇസ്തിസ്ഖായിന് വന്നു. ഇത് ഇമാം ബുഖാരി ഉദ്ധരിച്ച ഹദീസാ. അല്ലാഹുമ്മ ഇന്നാ കുന്നാ നതവസ്സലു ഇലൈക ബിഅമ്മി നബിയിന എന്ന് പറഞ്ഞ് നിങ്ങൾ എനിക്കല്ല, ഞാൻ പറഞ്ഞു കഴിഞ്ഞിട്ടില്ല. ഇവിടെ നിങ്ങളെ വിഷയം മനസ്സിലാക്കാൻ അതിനായി പറയുന്നു. അപ്പോ ഈ ആള് വന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനെയും കൂട്ടിയിട്ട് സ്വലാത്തുൽ ഇസ്തിസ്ഖായിന് പുറപ്പെട്ടത്. ഇതാരാ പറഞ്ഞത്? ഇബ്നു തൈമിയ്യ പറഞ്ഞത് കേട്ടോളി.
വക്കദാലിക ഇതേ പ്രകാരം തന്നെയാണ് അയിലൻ മുമ്പ് പറഞ്ഞതിന് പുറമെ മാ യുറുവ ഉദ്ധരിക്കപ്പെടുന്ന ഒന്ന് എന്ത് അന്ന റജുലൻ ഒരാള് ജായില ഖബറിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖബറിന്റെ അടുത്തേക്ക് വന്നു ഫശക്കാ ഇലൈഹിൽ ജദ്ബ വെള്ളമില്ലാത്ത പ്രശ്നം നബിയോട് ബോധിപ്പിച്ചു ആമർ റമാദ റമാദയുടെ വർഷം എന്നാണ് വെള്ളമില്ലാതൊക്കെ വെണ്ണീറിന്റെ നിറമായി പോയി അതുകൊണ്ട് റമാദ ആ കൊല്ലത്തിന് തന്നെ പേരിട്ട് ഫറആഹു ഈ ബിലാൽ ഇബ്നുൽ ഹാരിസ് എന്ന വ്യക്തി റസൂലുള്ളാനെ കണ്ടു വഹുവ യഉമുറുഹു റസൂലുള്ള അദ്ദേഹത്തോട് നിർദ്ദേശിക്കുക എന്താ നിർദ്ദേശിക്കുന്നത് അയ്യത്തിയ ഉമറ നിങ്ങൾ ഉമറിന്റെ അടുത്ത് പോകണം എന്നിട്ടോ ഫയഉമുറഹു ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളോട് കൽപ്പിക്കണം എന്തിനാ കൽപ്പിക്കണ്ടത് അയ്യഖുർജ പുറപ്പെടാൻ കൽപ്പിക്കണം ഫയസ്തിയ ബിന്നാസ് എന്നിട്ട് ജനങ്ങളോട് സ്വലാത്തുൽ ഇസ്തിസ്കാ നടത്തണം അപ്പൊ റസൂൽ നൽകിയ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനെയും കൂട്ടി സ്വലാത്തുൽ ഇസ്തിസ്കാ നടത്തിയത് ആ സംഭവമാണ് ഇമാം ബുഖാരി സ്വഹീഹുൽ ബുഖാരിയിൽ രേഖപ്പെടുത്തിയത് അതുകൊണ്ടാണ് ഇമാം ബുഖാരി അവിടെ ഹെഡിങ് ഇട്ടത് അവിടെ ഇമാം ബുഖാരി അവിടെ ഹെഡിങ് തന്നെ ഇട്ടത് എന്താണ് ഒരാള് ഇമാമിനോട് മഴയെ ആവശ്യപ്പെടുക എന്നുള്ളതാ എന്നിട്ട് അവിടെ കൊണ്ടുവന്ന ഹദീസിൽ ഇമാമിനോട് മഴ ആവശ്യപ്പെട്ടതൊന്നും കാണുന്നില്ല അപ്പോൾ ഇമാമിനോട് മഴ ഈ ഹദീസും ഇമാം ബുഖാരിയുടെ ഹെഡിങ്ങും തമ്മിൽ അവിടെ യാതൊരു ബന്ധവും കാണുന്നില്ല ഈ ബന്ധം വിശദീകരിക്കാനാണ് ഹാഫിദ് ഇബ്നു ഹജർ അസ്കലാനി ഫത്തുൽ ബാരിയിൽ ഈ സംഭവം രേഖപ്പെടുത്തിയത് അപ്പൊ നിങ്ങൾ ചോദ്യത്തിന്റെ മറുപടി ഞാൻ പറയുന്നത് അപ്പോ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ ഭരണകാലത്ത് മഹാനായ ബിലാൽ ഇബ്നുൽ ഹാരിസ് എന്ന സഹാബി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖബറിന്റെ അടുക്കൽ പോയി ഇസ്തിഗാസ നടത്തി ആ ഇസ്തിഗാസ നടത്തിയ വിവരം ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളോട് വന്നു പറഞ്ഞു ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ അംഗീകരിച്ചു റസൂലുള്ള മരണശേഷം നൽകിയ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനെയും കൂട്ടി സ്വലാത്തുൽ ഇസ്തിസ്കാ നടത്തുകയും ചെയ്തു അപ്പൊ ഇസ്തിഗാസ ചെയ്യുന്നതും ഒരാൾ ചെയ്തത് അംഗീകരിക്കുന്നതും ഫലത്തിൽ തുല്യമായതുകൊണ്ട് ഇവിടെ ആ ചെയ്ത ഇസ്തിഗാസയെ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ അംഗീകരിച്ചിട്ടുണ്ട് എന്നാണ് നിങ്ങളുടെ ചോദ്യത്തിന്റെ മറുപടി ഇനി രണ്ടാമത്തെ ചോദിക്കും ഞാനൊക്കെ രേഖ വേണമെങ്കിൽ നമ്മൾ കാണിച്ചു ഉമർ ഖത്താബ് ഇത് അംഗീകരിച്ചെങ്കിൽ ഉമർ ഖത്താബിന്റെ എത്രാമത്തെ വർഷമാണ് ഇത് സംഭവം എന്ന് എനിക്കറിയില്ല ഹിജറ 17ാമത്തെ വർഷം അതായത് ഉമർ ഖത്താബിന്റെ ഭരണത്തിന്റെ പകുതി ആയിട്ടുണ്ടോ അല്ലെങ്കിൽ പകുതി എപ്പോഴായാലും കണക്കന്നെ പകുതിയായ തൗഹീദും ആദ്യമായ അതല്ല ഞാൻ ചോദിക്കട്ടെ പകുതി ആയിട്ടില്ല എന്റെ ചോദ്യം അതല്ല ഉമർ ഖത്താബിന്റെ ദീർഘമായ ജീവിതത്തിനിടയ്ക്ക് ഉമർ ഖത്താബ് എപ്പോഴെങ്കിലും ഇസ്തിഗാസ നടത്തിയിട്ടുണ്ടോ നടത്തി അംഗീകരിച്ചിട്ടുണ്ട് ഞാൻ പറയട്ടെ റസൂൽ നേരിട്ട് സംസാരിച്ചു ഇസ്തിഗാസ ചെയ്യണില്ല പക്ഷേ ചെയ്യുന്ന അംഗീകരിക്കുന്നുണ്ടോ ഇല്ലല്ലോ രണ്ടും കണക്കാണ് അപ്പൊ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഇന്ന് ഇസ്തിഗാസക്ക് തെളിവുണ്ടോ ഈ 4 ഖലീഫമാരിൽ നിന്ന് ഇസ്തിഗാസക്ക് തെളിവുണ്ടോ ഏതെങ്കിലും സഹാബാക്കൾ 10,000 സഹാബാക്കള് പ്രധാനപ്പെട്ട സഹാബാക്കളിൽ ആരെങ്കിലും ഈ ഒരു ഹദീസ് അല്ലാതെ വേറെ ഈ പ്രധാനപ്പെട്ട സഹാബാക്കൾ ആരെങ്കിലും പ്രത്യേകിച്ച് ഉമർ ഖത്താബിന് തെളിവും കിട്ടി ഇനിയിപ്പോ റസൂലിനോട് എല്ലാ കാര്യങ്ങളും ചോദിക്കാം അടുത്ത ഖലീഫ ആരാണെന്നുള്ളതിന് ഒരു 5 അംഗ ബോർഡ് ഉണ്ടാക്കേണ്ട കാര്യമില്ലല്ലോ റസൂലിനോട് ഇനിയിപ്പോ ചോദിക്കാറോ കാര്യം റസൂൽ ആരാ വേണ്ടത് അങ്ങനെ ആരും ഐഡിയ ഉമർ ഖത്താബ് തോന്നിയില്ല അതുകൊണ്ട് തന്നെ ഇതൊരു പ്ലേറ്റ് ചോറിൽ പച്ച വെളുത്ത അരിന്റെ ഇടക്കുള്ള കറുത്ത ഹദീസോ അല്ല ഞാൻ പറയുന്നത് നിങ്ങളെ തെളിവുകൾ ഞാൻ പറയട്ടെ ഈ ഒരു വെളുത്ത ചോറിന്റെ ഇടയിലുള്ള കറുത്ത വറ്റുകളാണ് ഇത് തെളിവല്ല കാരണം എന്താ അറിയോ ഒറ്റപ്പെട്ട തെളിവുകള് കാരണം ഇസ്തിഗാസ അങ്ങനെ ആയിരുന്നെങ്കിൽ മുസ്ലിങ്ങൾ നമ്മൾ യുദ്ധം ചെയ്യുന്ന സമയം ഉണ്ടായിരുന്നു ആയിഷ റളിയല്ലാഹു പിന്നെ അലി റളിയല്ലാഹു മുഖാമുഖം യുദ്ധത്തോട് നിന്ന് ആ സമയത്ത് റസൂൽ എന്താ അതിന് സത്യം മനസ്സിലായിക്കൂടെ അപ്പൊ റസൂലുമായി മരണശേഷം ബന്ധപ്പെടാ എന്ന് ഒരു വിശ്വാസം സഹാബത്തിന് ഉണ്ടായിരുന്നെങ്കിൽ എല്ലാ പ്രശ്നങ്ങളും തീർന്നില്ലേ അപ്പൊ മുസ്ലിങ്ങളുടെ വിശ്വാസം എന്താണ് റസൂലുമായിട്ട് മരിച്ചതിന് ശേഷം ബന്ധപ്പെടാൻ കഴിയില്ല അത് റസൂലിന് ഒരു കുറവൊന്നുമല്ല അല്ല അങ്ങനെ കണക്കാക്കിയത് അതാണ് ഞാൻ വിശ്വസിക്കുന്നത് മറിച്ച് വിശ്വസിക്കാനോ സ്വാതന്ത്ര്യം തീർച്ചയായുണ്ട് ഞാൻ പറഞ്ഞില്ലേ ഇന്ത്യ നമുക്കിപ്പോ ഈ രാജ്യം അതുകൊണ്ട് എന്ത് പറയാം ഇന്ത്യ രാജ്യത്ത് നമുക്ക് എന്തും പറയാം അതുകൊണ്ട് നമുക്ക് അത് ഞാൻ നിങ്ങൾക്ക് ഇത് പറഞ്ഞു നിങ്ങൾ അതും പറഞ്ഞു ഇനി ഇവിടെ നമുക്ക് നിർത്താം ഒരു സഹാബി ഇസ്തിഗാസ നടത്തുകയും റസൂലുള്ള അത് അംഗീകരിക്കുകയും ചെയ്ത ഒരു ഹദീസ് ഉണ്ട് അത് കറുത്ത വറ്റാണ് എന്നാ പറഞ്ഞു എന്നാ ഞാൻ വേറെ സഹാബിയെ കേട്ടോളി മുത്തബി സുന്ന അബ്ദുല്ലാഹിബ്നു ഉമർ നിങ്ങൾ പറഞ്ഞ ഞാൻ ചുരുക്കി പറയാൻ അങ്ങനെ തന്നെ നിങ്ങൾ പറഞ്ഞു അങ്ങനെ തന്നെ പറഞ്ഞു ഈ CD നോക്കിയാ ഉണ്ടാവും നിങ്ങൾ പറഞ്ഞ തെളിവ് ഏത് റസൂലല്ല ഉമർ ഇബ്നുൽ ഖത്താബ് അംഗീകരിച്ചു എന്നാ എന്റെ തെറ്റ് അതായത്
ഈ ബിലാൽ ഇബ്നുൽ ഹാരിസ് എന്ന സഹാബി ഇസ്തിഗാസ നടത്തി ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ അംഗീകരിച്ചു, റസൂലും അംഗീകരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അതിന് ഉത്തരം നൽകി ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളെടുത്ത് പോകാനും നിർദ്ദേശിക്കുകയൊക്കെ ചെയ്ത് റസൂലും അംഗീകരിച്ചിട്ടുണ്ട്. പക്ഷെ നേരത്തെ ഉമർ ഇബ്നുൽ ഖത്താബ് അംഗീകരിച്ചു എന്ന് പറയേണ്ട സ്ഥലത്ത് റസൂൽ അംഗീകരിച്ചു എന്നാ പറഞ്ഞത്. റസൂൽ അംഗീകരിക്കാതെ അതിന് ഉത്തരം നൽകുവോ? പോയിടാ നാട്ടി വിടല്ലേ? അപ്പൊ റസൂലും അംഗീകരിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് മഴ കിട്ടുമെന്ന സന്തോഷ വാർത്ത അറിയിക്കണം, ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളെടുത്ത് പോകണം നിർദ്ദേശം നൽകിയ റസൂലും അംഗീകരിച്ചുകൊണ്ട് തന്നെ. അല്ലെങ്കിൽ പിന്നെ അംഗീകരിച്ചിട്ടില്ലെങ്കിൽ റസൂലെ പറയില്ലല്ലോ. അപ്പൊ റസൂലും അംഗീകരിച്ചു. പക്ഷെ ഉമർ ഇബ്നുൽ ഖത്താബ് അംഗീകരിച്ചു എന്ന് പറയേണ്ട സ്ഥലത്ത് ഞാൻ റസൂൽ അംഗീകരിച്ചു എന്നാ പറഞ്ഞത്. അതാണ് തെറ്റിപ്പോയത് എന്നാണ്. ആശയം തെറ്റിയിട്ടില്ല, റസൂലും അംഗീകരിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഉത്തരം നൽകിയത്, അല്ലെങ്കിൽ ഉത്തരം നൽകൂല. അപ്പൊ ഈ സംഭവം നിങ്ങൾ പറയുന്ന അങ്ങനെ ഒരു സംഭവവും ഇല്ല എന്നാ. അത് ബാത്തിലാക്കാൻ ഒരൊറ്റ സംഭവം കാണിച്ചാൽ മതി. ഒന്നുമില്ല എന്നുള്ളത് പൊളിയാൻ ഏതെങ്കിലും ഒരു സംഭവം കാണിച്ചാൽ മതി. അങ്ങനെ ഒരു സംഭവമേ ഇല്ല എന്നുള്ള വാദം പൊളിയാൻ, ഒരു സഹാബിയും ചെയ്തിട്ടില്ല എന്നുള്ള വാദം പൊളിയാൻ ഏതെങ്കിലും ഒരൊറ്റ സഹാബി ചെയ്ത് കാണിച്ചാൽ മതി. അതാ ബിലാൽ ഇബ്നുൽ ഹാരിസ് റളിയല്ലാഹു അൻഹു. ഈ സംഭവം എടുത്തു വെച്ചുകൊണ്ടാണ് ഇമാം സുബ്കി ശിഫാഉസ് സഖാമിൽ ഇസ്തിഗാസ പറ്റുമെന്ന് പറഞ്ഞത്. ഇബ്നു ഹജറുൽ ഹൈതമി റഹ്മഹുല്ലാ അൽ ജൗഹറുൽ മുനല്ലമിൽ അത് പറ്റുമെന്ന് പറഞ്ഞത് ഈ സംഭവം എടുത്തു വെച്ചുകൊണ്ടാണ്. ഇനി ഇത് മാത്രമല്ല, മറ്റൊരു മുത്തബിയുസ് സുന്ന എന്നുള്ള പേരുള്ള മഹാനായ ഒരു സഹാബിയാണ് അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു. മുത്തബിയുസ് സുന്ന എന്ന് പേരിട്ട എന്താ കാരണം? റസൂൽ എങ്ങനെയാണോ ചെയ്തത് അതേ പ്രകാരം ചെയ്യണം എന്ന് നിർബന്ധമുള്ള ആളാണ് അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു. എന്നാണ് റസൂൽ ഒരു വഴിക്ക് പോയാൽ അതേ വഴിക്ക് തന്നെ പോകും. റസൂലെ സ്ഥലത്ത് മൂത്രമൊഴിക്കായിരുന്ന മൂത്രമൊഴിക്ക് ആവശ്യമില്ലെങ്കിലും അവിടെ ഇരിക്കും. അങ്ങനെ ഉള്ള ഒരാളാണ് മുത്തബി സുന്ന. അദ്ദേഹമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വഫാത്തിന് ശേഷം യാ മുഹമ്മദു എന്ന് വിളിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഇസ്തിഗാസ നടത്തിയത്. അപ്പോ ഒരു സഹാബിയല്ല, മുത്തബി സുന്ന എന്ന പേരിൽ അറിയപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ഇസ്തിഗാസ നടത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഇസ്തിഗാസ നടത്തിയ ബിലാൽ ഇബ്നുൽ ഹാരിസ് റളിയല്ലാഹു അൻഹു നടത്തിയ ഇസ്തിഗാസ അന്ന് സ്വലാത്തുൽ ഇസ്തിസ്ഖാഇന് ഒരുമിച്ച് കൂടി മുഴുവൻ സഹാബത്തും അംഗീകരിച്ചിട്ടുമുണ്ട്. അതുകൊണ്ടാണ് ലോകത്ത് ഒരു പണ്ഡിതനും അത് എതിർത്തിട്ടില്ല ഇബ്നു തൈമിയ വരുന്നത് വരെ എന്ന് മഹാനായ അതുപോലെ തന്നെ ഇബ്നു ഹജറുൽ ഹൈതമി റഹ്മഹുല്ലാ തുടങ്ങിയ പണ്ഡിതന്മാരൊക്കെ രേഖപ്പെടുത്തിയത്. അവരൊക്കെ അംഗീകരിച്ചും ചെയ്തും തന്നെയാണ്. പക്ഷെ അത് നിങ്ങളെ കർത്ത പറ്റുന്ന പറയാൻ പറ്റൂല. ഇസ്ലാമിൽ തെളിവാണത് ഹദീസുകൾ. ഒറ്റ സംഭവം അതിന്റെ വിഷയം അനുവദനീയാണെന്നുള്ളതിന് 100 സംഭവത്തിന്റെ ആവശ്യമില്ല. അങ്ങനെ ഒരു സംഭവം ഇല്ല എന്നുള്ള നിങ്ങളെ പൊളിയാന് ഒറ്റ സംഭവം നമ്മൾ കാണിച്ചാലും മതി. അതാണ് നമ്മൾ കാണിച്ച്. മൂപ്പര അഭിപ്രായമാണ് കർത്ത പറ്റാണ്, ദീനിൽ തെളിവല്ല. നിങ്ങളെ വാക്ക് അത്രയും തെളിവല്ലല്ലോ ദീനില്. എന്തായാലപ്പം ഇത് തെളിവല്ലാതിരിക്കൊള്ളും. ഇത് തെളിവല്ലാതിരിക്കണം, നിങ്ങളെ വാക്ക് തെളിവാകണം. അബ്ദുല്ലാഹി ഉമറിനെ പറ്റി യാ മുഹമ്മദ് അതൊന്നും വിശദീകരിച്ചാൽ തിരക്കില്ല. വിശദീകരിക്കാം. ഇന്ത്യ രാജ്യത്തിലെ ഒരു സിറ്റിസനാണ് ഞാനും എന്ന നിലക്ക്. പക്ഷേ ഇന്ത്യ രാജ്യത്ത് എന്തും പറയാം, അത് ശരിയാണ്. ആരോഗ്യകരമായ അവസ്ഥയിൽ ഭരണാധികാരികൾക്കെതിരെ വരെ സംസാരിക്കുന്ന കാലമാണ്, കുഴപ്പമില്ല. ഗസാലി പറയുന്നു, ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു ഇബ്നു തൈമിയ്യയുടെ 196 കൊല്ലം മുമ്പ് വഫാത്തായ മഹാന, ജനിക്കുന്നതിന്റെ മുമ്പ്. അപ്പൊ ഇബ്നു തൈമിയ്യയുടെ മുമ്പ് ഇല്ല എന്ന് പറഞ്ഞാൽ ശരിയല്ല. ഇന്ത്യ രാജ്യമാണ്, അംഗീകരിക്കണേ അംഗീകരിച്ചാൽ അല്ലെങ്കിൽ അല്ലാതെ. പക്ഷെ ഗസാലി ഇമാമ് അതിന് മുമ്പുള്ള ആളാന്നുള്ളത് അംഗീകരിക്കണം. കാരണം ഗസാലി ഇമാം അതിന് മുമ്പ് ജനിച്ചു വഫാത്തായ മനുഷ്യനാണ്. ആ ഗസാലി ഇമാം പറയുന്നു, അമ്മൽ ഇസ്തിംദാദു മിനൽ അംബിയാഇ വൽ ഔലിയാഇ ഫഹുവ അംറുൻ മഹബൂബുൻ സാബിത്തുൻ ബിൽ കിതാബി വസുന്ന. ഈ പുസ്തകത്തിൽ ഇസ്ലാഹി പ്രസ്ഥാന ചരിത്രത്തിന് ആമുഖം എന്ന് പറയുന്ന പുസ്തകത്തിൽ വളരെ വ്യക്തമായി നൂറ്റാണ്ടിന്റെ നവോത്ഥാന നായകനായി പരിചയപ്പെടുത്തിയ ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു അവിടുന്ന് പറയുന്നു ഇസ്തിഗാസ ഉണ്ട്. അപ്പൊ ഇസ്തിഗാസ ഉണ്ട് എന്ന് അവിടുന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ആ വാദം ശരിയല്ല. ഏത് വാദം? ഇബ്നു തൈമിയ്യന്റെ മുമ്പ് ആരും പറഞ്ഞിട്ടില്ല എന്നുള്ള വാദം ശരിയല്ല. അത് തിരുത്തണം. ഇന്ത്യ രാജ്യം നോക്കിയിട്ടല്ല തിരുത്തേണ്ടത്. കഴിഞ്ഞിട്ടില്ല. ഇനി അടുത്തത് 4 ഖുലഫാത്ത് റാഷിദുകൾ, അതുപോലെ ഉത്തമ നൂറ്റാണ്ടിലുള്ള ആളുകൾ, 3 നൂറ്റാണ്ടിലുള്ള ആളുകൾ നടത്തിയിട്ടില്ല എന്നുള്ളതും ശരിയല്ല. എന്തുകൊണ്ട് ശരിയല്ല? ഒന്നാമത് പിടിച്ചോ, ഇപ്പോ CP സലീം എന്ന് പറയുന്ന മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ഉത്തരവാദിത്തപ്പെട്ട നേതാവ് ചങ്ങരംകുളത്തേക്ക് ക്ഷണിച്ചുകൊണ്ടൊരു CD ഇറക്കി. ആ CD-യിൽ ചോദ്യം, എവിടെ നിന്ന് വന്നു മുഹമ്മദ് നബിയേ എന്ന വിളി? എവിടുന്ന് വന്നു ഷെയ്ഖേ എന്ന വിളിയെന്നാണ്. എവിടുന്ന് വന്നു എന്നുള്ളതിന് സഹാബത്തിൽ നിന്ന് വന്നു എന്നാണ് മറുപടി. ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുയുടെ സംഭവം ഇവിടെ പറഞ്ഞു. അതൊന്ന് വിശദീകരിക്കണം എന്ന് പറഞ്ഞു. എന്താ വിശദീകരിക്കുന്നത്? സഹീഹുൽ ബുഖാരി രചിച്ച ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു ആണ് പറയുന്നത്. എന്താണ്? ബാബു മാ യഖൂലുൽ മാശി ഇദാ ഖദറത രിജ്ലുഹു. കാലിന് എന്തെങ്കിലും സംഭവിച്ചാൽ എന്ത് ചൊല്ലണം എന്ന അധ്യായം.
ആ അധ്യായം ഇമാം ബുഖാരി കൊടുക്കാൻ കാരണം ഇമാം ബുഖാരി സുന്നിയാണ്. ഇമാം ബുഖാരി സുന്നിയാണ്, വളരെ വ്യക്തമാണ്. ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹുവിന്റെ സഹീഹുൽ ബുഖാരി തറാവീഹ് 8 എന്നുള്ളതിന് ദുരുപയോഗം ചെയ്യുമ്പോൾ ഇമാം ബുഖാരി എത്ര തറാവീഹ് നിസ്കരിച്ചെന്ന് വരെ നോക്കാറില്ല. ഇമാം ബുഖാരി 20 റക്അത്താണ് നിസ്കരിച്ചത്. മറ്റു തെളിവ് ഞാൻ അതിലേക്ക് ഇറക്കുന്നില്ല. അപ്പൊ ഇമാം ബുഖാരി തികഞ്ഞ സുന്നിയായതുകൊണ്ട് ഇമാം ബുഖാരി ഒരു അധ്യായം കൊടുക്കുക. എന്താ? ബാബു മാ യഖൂലു അർറജുലു ഇദാ ഖദറത് റിജ്ലുഹു, കാലിന് എന്തെങ്കിലും സംഭവിച്ചാൽ എന്താണ് പറയേണ്ടത്. എന്നിട്ട് അൻ അബ്ദുല്ലാഹി ഇബ്നു അംർ റളിയല്ലാഹു അൻഹുമാ قال خضرت عن عبد الرحمن رضي الله عنه قال خضرت رجل ابن عمر ابن عمر رضي الله عنه ന്റെ കാലിന് എന്തോ സംഭവിച്ചു, പൊട്ടി ഞരമ്പ് ചുരുണ്ട് വേദനിച്ച അവസ്ഥയാണ്. അങ്ങനെ സംഭവിച്ചപ്പോ ബഹുമാനപ്പെട്ടവരോട് ഒരാൾ പറഞ്ഞു ഉദ്കുർ, ഒരു റിവായത്തിൽ ഉദു അഹബ്ബന്നാസി ഇലൈക, അങ്ങേക്കുള്ള ഏറ്റവും ഇഷ്ടമുള്ള ഒരാളെ പറയാൻ വേണ്ടി പറഞ്ഞു. ഇതിന് സാധാരണ ഇവർ പറയൽ എന്താണ്? ഈ കുട്ടികളൊക്കെ കാലം വന്ന് മുള്ളെടുക്കുമ്പോ പച്ചരമക്ക് നോക്കാൻ പറയുന്ന പോലെയാണ്. സ്വന്തം വ്യാഖ്യാനാണ്, ആരും അങ്ങനെ പറഞ്ഞിട്ടില്ല. അങ്ങനെയാണെങ്കിൽ ബാബുമായ കൂടുന്ന അധ്യായം തന്നെ എടുത്ത ആവശ്യമല്ല. അപ്പോ ഇതിൽ ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമായോട് പറഞ്ഞപ്പോ വഖാല യാ മുഹമ്മദ്, മുഹമ്മദ് നബിയേ എന്ന് വിളിച്ചു. ആ മുഹമ്മദ് നബിയേ എന്ന വിളി എവിടുന്ന് വന്നു? വഫാത്തിന് ശേഷം സഹാബത്തിൽ നിന്ന് വന്നു. അപ്പൊ അതാണ്. അപ്പൊ ഇത് ഇസ്തിഗാസക്ക് തെളിവാണെന്ന് ഏതെങ്കിലും ഇമാമുകൾ പറഞ്ഞിട്ടുണ്ടോ? പച്ചരമക്കോക്ക് എന്ന പോലെയാണ് ഇന്നൊരൊറ്റ ഇമാമും പറഞ്ഞിട്ടില്ല. ഇസ്തിഗാസക്ക് തെളിവാണെന്ന് എല്ലാവരും പറഞ്ഞിട്ടുണ്ടോ? ബഹുമാനപ്പെട്ട ഇമാമുൽ ഖാരി പറയുന്നു കന്നഹു അൽഹാറൽ മഹബ്ബത ഫി ളിൽ ഇസ്തിഗാസ, ഇസ്തിഗാസയാണ്. ഇസ്തിഗാസ അല്ല എന്നാരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ആരും പറഞ്ഞിട്ടില്ല. ആരെന്നാരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? പറഞ്ഞിട്ടുണ്ട്. അത് അംഗീകരിക്കണോ വേണ്ടേ? ഇന്ത്യ രാജ്യമാണ്, സ്വാതന്ത്ര്യം കിട്ടി, അങ്ങനെയല്ല പറയേണ്ടത്. 47 സ്വാതന്ത്ര്യം ഇവിടെ പറയരുത്. ഒന്ന്. ഇനി മറ്റൊന്ന് പറയുന്ന 4 ഖുലഫാ റാഷിദീൻ നടത്തിയോ എന്നാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്തായപ്പോൾ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു എന്താ ചെയ്തത്? സഹീഹുൽ ബുഖാരി. ആ സഹീഹുൽ ബുഖാരിയിൽ കാണാം അസ്സലാമു അലൈക യാ റസൂലല്ലാഹ് ബിഅബീ അൻത വ ഉമ്മീ. ഇമാം ഗസ്സാലി റളിയല്ലാഹു അൻഹു വിശദരൂപം ഉദ്ധരിക്കുന്നു. അതിന്റെ ചുരുങ്ങിയ രൂപം ഇമാം ബുഖാരിയും ഉദ്ധരിക്കുന്നു. വഫാത്തായ നബിയെ വിളിക്കലാ. അപ്പൊ വഫാത്തായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിളിക്കുക എന്നുള്ളത് ഒന്നാമത്തെ ഖലീഫ ബഹുമാനപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് എന്ന ഖോജ. ഇനി അടുത്തത് ചോദിച്ചത് ബഹുമാനപ്പെട്ട രണ്ടാമത്തെ ഖലീഫ ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റേതല്ലേ? ബഹുമാനപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അവിടുന്ന് അംഗീകരിച്ച സംഭവം ഇവിടെ വിശദീകരിച്ചു. അത് പറഞ്ഞ് ഇബ്നു തൈമിയ്യ പോലും പറഞ്ഞത് ആരിഫു മിനൽ വഖാഇ, ഇതുപോലെ ഒരുപാട് സംഭവം ഞാൻ അറിയും. വഹാദ ഹഖ്ഖുൻ, ഇത് ഹഖ്ഖാണ് എന്നാണ്. ഇബ്നു തൈമിയ്യ പറഞ്ഞല്ലേ എന്നുള്ളതല്ലല്ലോ നമ്മുടെ വിഷയം. പ്രമാണം എന്ത് പറയുന്നു എന്നാണ് അല്ലേ? അപ്പൊ ഇബ്നു തൈമിയ്യ പറഞ്ഞത് എന്താണ്? നമ്മൾ തെളിവായത് കൊണ്ടല്ലോ ധരിക്കുന്നത്. ഈ പ്രമാണത്തിൽ സ്ഥിരപ്പെട്ടത് ഇബ്നു തൈമിയ്യ പറഞ്ഞതുകൊണ്ടാണ് അല്ലേ? കാരണം ഇബ്നു തൈമിയ്യയെ സംബന്ധിച്ച് മുജാഹിദ് പ്രസ്ഥാനം എല്ലാവരും വിശ്വസിക്കുന്നത് എന്താണ്? സ്വാതന്ത്ര്യം കിട്ടിയോ അല്ലേ അതനുസരിച്ചല്ല മതത്തിന്റെ തീരുമാനങ്ങൾ നോക്കുക എന്നുള്ള നിലക്കല്ല. പിന്നെ പ്രമാണം അനുസരിച്ചാണ് എന്നാണ് അവർ പറഞ്ഞത്. നമുക്ക് ആ വിശ്വാസമല്ല, വേറെ വിഷയം. അപ്പൊ ഏതായിരുന്നാലും അയാൾ പറയാം ഈ സംഭവം ഉദ്ധരിക്കൽ തുടങ്ങുന്നത് ഹിജ്റയുടെ 3 നൂറ്റാണ്ടിന്റെ ഉള്ളിൽ വെച്ചാണ്. അതൊന്ന് ചിന്തിക്കണം. ഈ സംഭവം ബഹുമാനപ്പെട്ട ഉസ്താദ് അവർകൾ ഉദ്ധരിച്ച ഈ സംഭവം ഉദ്ധരിക്കാൻ തുടങ്ങിയിട്ട്, പണ്ഡിത ലോകം ഉദ്ധരിക്കാൻ തുടങ്ങിയിട്ട് അത് തുടങ്ങുന്നത് എന്നു മുതലാണ്? ഹിജ്റ 213 മുതൽ ഉദ്ധരിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ ഹിജ്റ 213 മുതൽ ഉദ്ധരിക്കാൻ തുടങ്ങിയ ഈ സംഭവം വിമർശിക്കപ്പെടുന്നത് എന്താണ്? ഹിജ്റ 794. ഉദ്ധരിക്കാൻ തുടങ്ങിയത് ഹിജ്റ 200 സംതിങ്ങിൽ, വിമർശിക്കാൻ തുടങ്ങിയത് ഹിജ്റ 700 ചില്ലാനം. ഈ 500 കൊല്ലക്കാലം എന്തുകൊണ്ടാരും വിമർശിച്ചില്ല? ആരാതെ വിമർശിക്കുന്നത്? ഇബ്നു തൈമിയ്യയുടെ മറ്റൊരു ശിഷ്യനായ ഇബ്നു അബ്ദുൽ വഹാബി എന്നാണ്. ഈ ഇബ്നു അബ്ദുൽ ഹാദി എന്ന വ്യക്തിയാണ് അസ്സാരിബുൽ മുൻകിയിൽ ഇത് വിമർശിക്കുന്നത്. ഇതുവരെ പണ്ഡിത ലോകത്തിന് ഗസ്സാലി ഇമാമിനെ ശിർക്കാണ് തിരിഞ്ഞില്ല. ഇബ്നുൽ ജൗസി, അബ്ദുറഹ്മാൻ ഇബ്നുൽ ജൗസി ഹിജ്റ 597 വഫാത്തായവർ ഇത് ഉദ്ധരിക്കുന്നു. ഇത് ഒരിക്കലും തന്നെ തെളിവിന് കൊള്ളുകയില്ല എന്ന് തിന്നില്ല. ഇത് കറുത്ത വറ്റാന്ന് മുമ്പേക്ക് മനസ്സിലായില്ല. ഇതവർക്ക് മനസ്സിലായില്ല. ഇതെല്ലാവരും ഉദ്ധരിക്കുന്നുണ്ട് ഈ സംഭവം. പിന്നെ മൂന്നാമത് ബഹുമാനപ്പെട്ട ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹുവിന്റെ വീക്ഷണവും വഫാത്തായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹായിക്കും എന്ന് തന്നെയാണ്. അതുകൊണ്ടാണ് ഇമാം മുസ്ലിമിന്റെ ഉസ്താദായ ഇബ്നു ശബ്ബാർ റളിയല്ലാഹു അൻഹുവിന്റെ താരീഖുൽ മദീന, അങ്ങനെ താരീഖുൽ മദീന എന്ന ഗ്രന്ഥത്തിൽ വളരെ വ്യക്തമായിക്കൊണ്ട് തന്നെ അതിന്റെ 1-ാമത്തെ വാള്യത്തിൽ 200-ാമത്തെ പേജിൽ പറയുന്നു, അള്ളാഹുവിന്റെ റസൂല് വഫാത്താകുന്നതിന്റെ തൊട്ടു മുമ്പ് ബഹുമാനപ്പെട്ട ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന് വെള്ളം കൊണ്ട് സഹായിച്ചു, ദാഹം തീർത്തു കൊടുത്തു.
ഹദീസിന്റെ കിതാബുകളിൽപ്പെട്ട പ്രധാനപ്പെട്ട കിതാബായ മുഅ്ജമുൽ കബീർ ഉണ്ടാക്കിയ തബറാനി റളിയല്ലാഹു അൻഹുവിന് വിശപ്പുണ്ടായ സമയത്ത് യാ റസൂലല്ലാഹ് അൽ ജുഅ വിശപ്പുണ്ട് ഇസ്തിഗാസ നടത്തി. ഇതെന്താണ് ഇബ്നു തൈമിയ്യയുടെ ശേഷമല്ല, കുറെ മുമ്പ്, നൂറ്റാണ്ടുകൾക്ക് മുമ്പ്. അപ്പൊ ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട് ചരിത്രത്തിൽ. അതൊന്നും കാണാതെ, അതല്ലെങ്കിൽ അറിയാതെ, അതൊന്നും മനസ്സിലാക്കാതെ പൊന്നാര ഹബീബെ മയസറിന്റെ കാര്യമാണ് ഇത് കറുത്ത വറ്റ ഇങ്ങോട്ട് മനസ്സിലാക്കരുത്. മനസ്സിലായില്ലേ?